ഇത് ഈ ആര്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിൽ ഇപ്പൊ ഈ ഇൻ ടുഡേസ് വേൾഡ് ഒരു ഐഡന്റിറ്റിയാണ്. ഒരു ഐഡന്റിറ്റി എന്നുള്ള നിലയാണ് എല്ലാവരും എടുത്തു വയ്ക്കുന്നത്. അയർലാൻഡ് എന്ന പേര് അവർക്ക് കിട്ടിയത് ആര്യൻസിന്റെ ലാൻഡ് എന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഇറാന്റെ പേര് ഇറാൻ എന്നുള്ളത് അവരും സ്വയം വിശ്വസിക്കുന്നു അത് ആര്യൻസിന്റെ ലാൻഡ് ആണെന്ന്. അപ്പോ യൂറോപ്പില് ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്ത് വന്നോ അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്ത് വന്നതിന് ചരിത്രമുണ്ട്, അതിന് പ്രൂഫ് ഉണ്ട്. ഇന്നത്തെ ഞാൻ ലേറ്റസ്റ്റ് സ്റ്റഡീസിന്റെ ബേസിസിൽ സംസാരിച്ചാണ് ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ. ഈ ആര്യൻസ് ആര് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത് ഈ ബ്രിട്ടീഷ് സ്കോളേഴ്സ് അല്ലെങ്കിൽ ജർമ്മൻ സ്കോളേഴ്സ് ഒക്കെ ഇന്ത്യയിൽ വന്ന്, അതായത് യൂറോപ്യൻ സ്കോളേഴ്സ് ഇന്ത്യയിൽ വന്ന് സംസ്കൃതത്തെ പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലാണ്. ഇനി ആര്യൻ ഇൻവേഷൻ തിയറി എങ്ങനെ ഉണ്ടായി നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. എന്താണ് ഇതിന്റെ കണ്ടന്റ് ചെയ്യാൻ. ഇപ്പോ എന്താണ് ആര്യൻ ഇൻവേഷൻ തിയറി, അതിൽ നിന്ന് അവരെന്തൊക്കെ പറയുന്നു, എന്തൊക്കെ വാദിക്കുന്നു, ആര്യൻ ഇൻവേഷൻ തിയറി മൂലം ഇന്ത്യയിലുള്ള ഏതൊക്കെ കാര്യങ്ങളിൽ അവര് ക്ലെയിം ചെയ്യുന്നു ഈ ആര്യൻസ് ഒന്ന് തന്നതാണ് ഇത് ഞങ്ങളുടെ എന്നുള്ളതിൽ എന്തൊക്കെ ക്ലെയിം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഇതിന്റെ മൂലകാരണമായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ലിംഗ്വിസ്റ്റിക് പാലിയൻട്രോളജി ഏത് ദിശയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത്, അതുപോലെ ആർക്കിയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ ഫ്ലോറ ആൻഡ് ഫോണ, ഇതെല്ലാം ഋഗ്വേദ ബേസ്ഡ് ആണ്. ഋഗ്വേദത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്റ്ററിയും ഫ്ലോറ, ഫോണ, ജോഗ്രഫി ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. കാരണം ആര്യൻസിനെ പറ്റി ഇന്ന് നിലവിലുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഋഗ്വേദമാണ്. ആര്യൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഋഗ്വേദത്തിലാണ്. പിന്നെ ജെനറ്റിക്സ്, അതായത് ഇന്ന് ഒരുപാട് നിലവിൽ മൂന്ന് ഹൈപ്പോത്തസിസ് ആണ് ഉള്ളത്. അതിൽ രണ്ടും ഈ ജെനറ്റിക്കൽ ഈ ഫ്ലോ വളരെ മുൻപ് നടന്നു എന്ന് പറയുന്നതും, മൂന്നാമത്തെ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി ഇത് അടുത്ത് നടന്നതാണ് എന്ന് പറഞ്ഞ് ആര്യൻ ഇൻവേഷൻ തീരെ സാധൂകരിക്കാൻ വേണ്ടി ഹാർവാർഡിൽ നിന്നുള്ള ഡേവിഡ് റീച്ച് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞന്റെ പഠനത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മൂന്നാമത്തെ ഹൈപ്പോത്തസിസ്. ആദ്യത്തെ രണ്ടെണ്ണവും വളരെ മുൻപുള്ള ഒരു മൂവ്മെന്റ് ആണ് പറയുന്നത്. പിന്നെ ആസ്ട്രോണോമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ദർശനങ്ങളിൽ ഏതൊരു വർക്കായാലും ഏതൊരു കൃതി ആയാലും അതിൽ ഈ ആസ്ട്രോണോമിക്കൽ പൊസിഷൻസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പറ്റി പറയാനും സൂര്യന്റെ പൊസിഷൻ എല്ലാം അവർ വിശദീകരിച്ച് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ആസ്ട്രോണോമിക്കൽ എവിഡൻസസിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഒരു ഈവന്റ്, ഒരു ആസ്ട്രോണോമിക്കൽ ഈവന്റ് ഏത് കാലഘട്ടത്തിൽ നടന്നു എന്ന് കമ്പ്യൂട്ട് ചെയ്യുക ഇന്നത്തെ നിലയിൽ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരു ആസ്ട്രോണോമിക്കൽ പ്രൂഫിന്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആര്യൻ ഇൻവേഷൻ തിയറി തെറ്റാവുന്നത്, ഇതൊരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാസ്റ്റ് വെച്ചിട്ടുള്ളത്. അതെന്തായാലും നമുക്കത് അങ്ങനെ ഒരു സെപ്പറേറ്റിന്റെ ആവശ്യമില്ല. ഓരോ ടോപ്പിക് നമ്മൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ആര്യൻ ഇൻവേഷൻ തിയറി എന്നാൽ എന്താണ്? India was invaded and conquered by white Indo-European nomadic men from Central Asia and Europe around 1500 BC. ഇതാണ് ആര്യൻ ഇൻവേഷൻ തിയറി പറയുന്നത്. അതായത് വെള്ളക്കാരനായ, നീലക്കണ്ണുള്ള, സ്വർണ്ണമുടിയുള്ള, വെളുത്ത, ശാരീരികമായിട്ട് അധികം ശക്തനായ, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന യൂറോപ്പിൽ നിന്ന് വന്ന സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ഏതാനും ആളുകൾ ഇന്ത്യയിൽ വന്ന് ഇൻവേഡ് ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരത്തെ ഇൻവേഡ് ചെയ്ത് അവർ പിടിച്ചടക്കി. എന്നിട്ട് പിന്നെ എന്തെല്ലാം ചെയ്തു? ഇവിടെ കറുത്ത തൊലിക്കാരായ ദ്രാവിഡ വംശത്തെ മുഴുവൻ അവർ തുരത്തി. എന്നിട്ട് അവരെ അടിമകളാക്കി സബ്ജുഗേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ള ഒരു തിയറി മുൻപുണ്ടായിരുന്നു. അതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ സെനാരിയോയില്. പക്ഷെ ഇത് കാലക്രമേണ ഇതിന്റെ ഈ ആര്യൻ ഇൻവേഷൻ തിയറിയുടെ സ്വഭാവം മാറി. അത് ആര്യൻ മൈഗ്രേഷൻ തിയറിയായി, ട്രിക്കിൾ ഇൻഫിൽട്രേഷൻ തിയറിയായി. അങ്ങനെ അത് മാറിക്കൊണ്ടുപോകും. കാരണം തെളിവില്ലാത്തതിനാൽ അവർക്ക് ആ കഥയുടെ പ്രിമൈസ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് സെൻട്രൽ ഏഷ്യ എന്ന് വന്നു, പിന്നെ പറഞ്ഞു ജർമ്മനിയിൽ നിന്ന് വന്നു, പിന്നീട് പറഞ്ഞു അനറ്റോളിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു, ഇപ്പൊ പറയുന്നത് റഷ്യയിൽ നിന്ന് വന്നു എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് തിയറി. കുർഗാൻ ഹൈപ്പോത്തസിസ് എന്നാണ് അതിന്റെ പേര്. പിന്നെ ഇൻഡസ് വാലി കൾച്ചർ ഈ കണ്ടെത്തിയത് ഈ 20th സെഞ്ചുറിയുടെ തുടക്കത്തിലാണ്. അപ്പൊ അത് ഡിവാസ്റ്റേറ്റ് ആയി കിടക്കുന്നത് കണ്ടപ്പോൾ ഈ ആര്യൻസ് വന്ന് ഇതിനെ തകർത്തതായിരിക്കാം എന്നൊരു അനുമാനത്തിൽ അവർ എത്തുകയും ചെയ്തു. പിന്നെ ഈ ഋഗ്വേദത്തിൽ പറഞ്ഞുള്ള വാർ ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, അതായത് ഈ വെളിച്ചവും ഇരുട്ടും, അതായത് ഡാർക്ക് ഫോഴ്സസും ഇതിന്റെ ലൈറ്റ് ഫോഴ്സസും തമ്മിലുള്ള യുദ്ധത്തെ അവര് കറുത്തവന്റെയും വെളുത്തവന്റെയും യുദ്ധമാക്കി മാറ്റി. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത ഒരാളാണ് ഈ ഗ്രിഫിത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അദ്ദേഹം അങ്ങനെ എഴുതി. കാരണം അന്നുള്ളവരെല്ലാം, ബ്രിട്ടീഷുകാരെല്ലാവരും അന്ന് ശ്രമിച്ചിരുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ലിങ്ക് കണ്ടെത്താൻ. കാരണം ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സംസ്കൃതം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സംസ്കൃതം ഉണ്ട്. ഇന്ന് നിലവിലുള്ള സംസ്കൃതം, നമ്മൾ ഉപയോഗിക്കുന്ന സംസ്കൃതം ക്ലാസിക്കൽ സംസ്കൃതമാണ്. വേദിക്
അതുപോലെ വേദിക് കൃതികളെല്ലാം ഉപനിഷത്തുക്കളായാലും എല്ലാം രചിക്കപ്പെട്ടത് വേദിക് സംസ്കൃതത്തിലാണ്. ഈ ക്ലാസിക്കൽ സംസ്കൃതം ഉരുത്തിരിഞ്ഞു വന്നത് ഈ പാനിനിക്ക് ശേഷമാണ്. പാനിനി എഴുതിയ അഷ്ടാധ്യായി എന്ന് പറഞ്ഞൊരു ഒരു ഗ്രാമറ്റിക്കൽ ട്രെക്റ്റിസ് ഉണ്ട്. അതിനുശേഷമാണ് ഈ കർത്താവ്, കർമ്മം, ക്രിയ എന്നീ രീതിയിലുള്ള ഇന്ത്യൻ ഭാഷകളിലെ എല്ലാം ഗ്രാമാറ്റിക്കൽ ഫോം ഡെറൈവ് ചെയ്ത് വന്നത്. ആ ഫോമിലുള്ള സംസ്കൃതം വന്നത് ഏകദേശം 600-500 BC ആ കാലഘട്ടത്തിലാണെന്നാണ് ഇന്ന് വെസ്റ്റേൺ സ്കോളേഴ്സ് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻപ് ആര്യർ വന്നിരിക്കണം, ഇതെല്ലാം കമ്പോസ് ചെയ്യുകയും വേണം. അതായത് 17,500-ൽ പരം ഇന്ത്യക്ക് ഇത് പുസ്തകങ്ങളല്ല വർക്കുകൾ കമ്പോസ് ചെയ്യണവര്. അതൊരു ആ ഒരു ടൈം ലൈനിൽ അത് ചെയ്തു തീർക്കണം. ഇല്ലെങ്കിൽ ബുദ്ധൻ വരും, അതിനുശേഷം പാനിനി വരും. അപ്പൊ ആ ലാംഗ്വേജിന്റെ ബിഹേവിയർ മാറും. ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെ പറ്റി ഇന്ത്യയിൽ ഒരാളും മുൻപ് കേട്ടിട്ടില്ല. ഈ ബ്രിട്ടീഷുകാർ വന്നത് ദ ഐഡിയ ഈസ് ടോട്ടലി ഫോറിൻ ടു ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കാരണം ഇന്ത്യയിലുള്ള നമുക്കറിയുന്ന ചരിത്രത്തിലും എങ്ങും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ഇത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവർ കൊണ്ടുവന്ന ഒരു തിയറിയാണ്. ഇതിന് ഇനി വേറൊരു കാര്യം, ഇതിന്റെ റീപർക്കഷൻസ് എന്താന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇന്ത്യയിൽ കുതിരയില്ലായിരുന്നു. ഈ കുതിരയെ ആര്യർ കൊണ്ടുവന്നതാണ്, തേര് ആര്യർ കൊണ്ടുവന്നതാണ്. ഇവിടെ അഗ്നി ആരാധന, അഗ്നിഷ്ടോമം, അഗ്നിജയനം ഇങ്ങനെയുള്ള അഗ്നി ആരാധനാ രീതികളെല്ലാം ഈ ആര്യർ കൊണ്ടുവന്നതാണ് എന്നാണ് ഈ ആര്യൻ ഇൻവേഷൻ തിയറി ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇതെല്ലാം ആര്യരാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. അതിനാൽ തന്നെ ആര്യരാണ് ഇന്ത്യക്കാരെ സിവിലൈസ് ചെയ്തത്. അന്നത്തെ പഴയ ഇന്ത്യക്കാരെ ആര്യന്മാർ വന്ന് ദ്രാവിഡരെ സിവിലൈസ് ചെയ്തു. അതുപോലെ വെള്ളക്കാരനായ ബ്രിട്ടീഷുകാരൻ വന്ന് പിന്നീട് രണ്ടാമത്തെ ഒരു വരവിൽ ഇന്ത്യക്കാരെ സിവിലൈസ് ചെയ്യാൻ വന്നു എന്നാണ് ആര്യൻ ഇൻവേഷൻ തിയറിയുടെ പ്രിമൈസ് ഉണ്ടല്ലോ. അന്നത്തെ അവരങ്ങനെയാണ് നടിച്ചിരുന്നത്. ഇനി ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നോക്കൂ. ഇതാ കുതിരപ്പുറത്ത് തേര് ഓടിച്ചുകൊണ്ട് വന്ന് ഇന്ത്യക്കാരെ സബ്ജുഗേറ്റ് ചെയ്യുന്ന ഒരു ചിത്രം, ഒരു ഇമാജിനറി പിക്ചറാണിത്. അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചത് മാത്രം. ഇതാ ഹിന്ദുക്കുഷ് മൗണ്ടനേജസ് കടന്ന് അവര് ഈ സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ നദികളാണ്. ഗംഗ, യമുന, സരസ്വതി, ശുതുദ്രി, അസിഗ്നി, മരുദ്രത, ആർജികിയ, ഈ 7 നദികളാണ്. ഈ 7 നദികളുടെ തീരത്താണ് ഈ സിന്ധു നദിയുടെ സംസ്കാരം ഉണ്ടായിരുന്നത്. അവർ കീഴ്പ്പെടുത്തി ഈ ആര്യർ വന്ന് ഇവരെല്ലാം പിടിച്ചടക്കി തന്റെ കീഴിലാക്കി എന്നാണ് ഇവരുടെ തിയറി പറയുന്നത്. ആര്യൻ ഇൻവേഷൻ തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ലിംഗ്വിസ്റ്റിക്സിലെ അവർക്ക് ഇങ്ങനൊരു ക്ലെയിം വരാൻ കാരണം നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിന് വ്യത്യാസമുണ്ടെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അത് ദ്രാവിഡിയൻ ലാംഗ്വേജസ്, ആക്ച്വലി ഇന്ന് ആര്യൻ ആൻഡ് ദ്രാവിഡിയൻ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന വെറും ലിംഗ്വിസ്റ്റിക് കണ്ടെക്സ്റ്റിലാണ്. ഈ ദ്രാവിഡിയൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ തമിഴ്, തെലുഗു, മലയാളം, അതുപോലെ കന്നഡ ഇവയെല്ലാം നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ നിന്ന് വ്യത്യസ്തമാണെന്ന ഒരു പ്രിമൈസ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മുകളിൽ, അങ്ങനെ ഒരു ഇതിന്റെ മുകളിൽ നിന്നാണ് അവര് ഇന്ത്യയിൽ ഒരു ഡിവൈഡ് വന്നത്. നോർത്ത് ആൻഡ് സൗത്ത് ഡിവൈഡ് ചെയ്തു. മാത്രമല്ല വേദിക് സാൻസ്ക്രിറ്റ് യൂറോപ്യൻ ലാംഗ്വേജസുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ലാംഗ്വേജ് ആണ്. ക്ലാസിക്കൽ ലാംഗ്വേജിൽ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി തന്നെയാണ് ക്ലാസിക്കൽ സംസ്കൃതത്തില്. വേദിക് സംസ്കൃതത്തില് രാത്രിക്ക് നക്ത് എന്നാണ് പറയുന്നത്. നക്ത് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആ കോഗ്നേറ്റ് പറഞ്ഞാൽ കോമൺ ഒറിജിൻ വേർഡാണ് നൈറ്റുമായി. അതുപോലെ നമ്മള് ഈ പിതൃ, മാതൃ, ഭ്രാതൃ, സ്വശ്രു, ദുഹിതർ എന്ന് പറഞ്ഞാൽ മകൾ എന്നാണ്. നമ്മളൊരു പക്ഷേ ഈ പരശുരാമന്റെ ഒരു പദ്യം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഗണപതിരെ കൊമ്പ് വെട്ടുന്ന ഒരു കഥ ഉണ്ട്. അത് ദൗഹിത്രനേൽക്കും ദുരവസ്ഥയെങ്കിൽ പകച്ചു നിന്നിട്ടുള്ള കർമ്മസാക്ഷി ഒരു വരിയുണ്ട്. ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി, ദുഹിതറുടെ മകൻ. സംസ്കൃതമാണ്. ദുഹിതർ എന്നുള്ള വാക്ക് ഡോട്ടർ എന്നുള്ളതിന്റെ കോഗ്നേറ്റ് ആണ്. അത് രണ്ടും കോഗ്നേറ്റ്, അതിന്റെ കോഗ്നേറ്റ്, ഈ രണ്ടും കോഗ്നേറ്റ്സ് ആണ്. ദേ ആർ ഫ്രം സെയിം ഒറിജിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആദ്യമായി ഈ 18-ാം നൂറ്റാണ്ടിലെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വില്യം ജോൺസ് കൽക്കട്ടയിൽ പറഞ്ഞു ഈ യൂറോപ്യൻ ലാംഗ്വേജസ് എല്ലാം ഒരുപക്ഷെ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അത് സംസ്കൃതമായിരിക്കാം, ഇന്ത്യയിൽ നിന്നായിരിക്കാം സിവിലൈസേഷൻ യൂറോപ്പിലേക്ക് വന്നത് എന്ന് അവർ ആദ്യം വിശ്വസിച്ചു. ഇത് ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെല്ലാം ഇതുപോലെ ആയിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരികയാണ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ആർഡൻ ബിലീവേഴ്സ് ആയിരുന്നു. ഈ സ്കോളേഴ്സ് എല്ലാം ആർഡൻ ബിലീവേഴ്സ് ആയിരുന്നു. എല്ലാവരും ക്രിസ്ത്യൻ ഇതില് മൊസൈക്ക് അക്കൗണ്ടിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് ഒരിക്കലും വളരെ പുരാതനമായിട്ടുള്ള ഒരു ഡേറ്റ് ഒന്നും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഇനി ഈ ആര്യൻ ഇൻവേഷൻ തിയറി എങ്ങനെ അവർ അങ്ങനെ ഒരു ഡേറ്റ്, ഒരു ടൈം ലൈൻ ഒക്കെ അവർ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിനും ഒരു എക്സ്പ്ലനേഷൻ നമുക്ക്
കണ്ടെത്താൻ പറ്റുമോ നോക്കാം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. Later this theory was interpreted and a separate proto language was constructed and considered even earlier to Sanskrit. അതായത് സംസ്കൃതം ആണ് ഇതിന്റെ എല്ലാ ഭാഷകളുടെയും മാതാവ് എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ ഈ സംസ്കൃതത്തിനും മറ്റുള്ള യൂറോപ്യൻ ലാംഗ്വേജിനും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നിരിക്കാമെന്ന് അനുമാനിക്കുകയും, പ്രോട്ടോ ലാംഗ്വേജ് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നിരിക്കാമെന്ന് അനുമാനിച്ച് ഒരു ഭാഷയെ അവർ ക്രിയേറ്റ് ചെയ്യണം. ആ ഭാഷ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ ലാംഗ്വേജസ്, ഈ ലാംഗ്വേജസ് എന്നുള്ള കോമൺ വേർഡ്സ്, അതായത് സംസ്കൃതത്തിനായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പരസ്പരം യൂസ് ചെയ്യുന്നത് ബാൾട്ടോസ്ലാവിക് ലാംഗ്വേജിലും ഈ ജർമ്മനിലും അല്ലെ നോർഡിക് ജർമ്മൻ അതുപോലെ ലാറ്റിനിലൊക്കെ ഉള്ള കോമൺ സിമിലർ ആയിട്ടുള്ള വേർഡ്സ്, കോമൺ ഒറിജിനൽ വേർഡ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തെടുത്തു. എന്നൊരു പ്രോട്ടോ ലാംഗ്വേജിന്റെ ഭാഗമായിരിക്കാം എന്ന് അനുമാനിച്ച് അങ്ങനെ ഒരു ലാംഗ്വേജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു. ഇത് എന്താ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം യൂറോപ്പിന്റെ ആൻസസ്ട്രിയുടെ ചോദ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും അത് മറ്റൊരു രാഷ്ട്രത്തിലേക്ക്, അതായത് ഇന്ത്യ പോലെ ഒരു സാവേജസിന്റെ രാജ്യത്തിലേക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതിന് പുറമെ നമ്മുടെ വേദഭാഷ, ദേവഭാഷയായ സംസ്കൃതം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെന്ന് വന്നതാണ് എന്നവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ അത് ബാക്ക് ബോൺ, ഇന്ത്യൻ സിവിലൈസേഷന്റെ ബാക്ക് ബോൺ തകർക്കുന്ന ഒരു നടപടിയാണിത്. കാരണം അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് ക്ലർക്സ്, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ സൗകര്യത്തിന് അവർ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ആവശ്യം. അതിനുള്ള എഡ്യൂക്കേഷൻ തരാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ അവരെക്കാൾ സിവിലൈസ്ഡ് ആണെന്നുള്ള നില വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി മാക്സ് മുള്ളർ എങ്ങനെ തീരുമാനിച്ചു 1500 BC ആര്യർ വന്നു എന്ന് തീരുമാനിച്ച് അദ്ദേഹം അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സ് മുള്ളർ സ്ട്രിക്ട്ലി ലാംഗ്വേജ് പ്രൊപ്പഗേഷനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. അതായത് ദ്രവിഡിയൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞത്, ദ്രവിഡിയൻ റേസ് ആയിരുന്നില്ല, ദ്രവിഡിയൻ ലാംഗ്വേജസ് ആൻഡ് ഈ ഇൻഡോ ആര്യൻ ലാംഗ്വേജസ്. ഈ ആര്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദി അടങ്ങുന്ന സംസ്കൃതം, ഹിന്ദി അതുപോലുള്ള മറ്റുള്ള ലാംഗ്വേജ് എല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. അപ്പൊ ഈ സംസ്കൃതം ലാംഗ്വേജ് സംസാരിക്കുന്നവർ ഇന്ത്യയിൽ വന്നത് ഒരുപക്ഷെ 1500 BC എന്ന് ആള് അനുമാനിച്ചു പറഞ്ഞു. ഇതിന് കാരണം എന്തായിരുന്നു വെച്ചാൽ മൊസൈക് അക്കൗണ്ട്, ആസ് പെർ മൊസൈക് അക്കൗണ്ട്, അതായത് ക്രിസ്ത്യൻ ഒറിജിൻ, അതായത് ക്രിയേഷന്റെ തിയറി അനുസരിച്ച് 4000 BC ലോകം ഉണ്ടായത്. അതിനുശേഷം നോവയുടെ പെട്ടകം, ആ ഫ്ലഡ്, ആ വെള്ളപ്പൊക്കം ഉണ്ടായത് 2500, ഏകദേശം 2500 BC. ഈ 2500 BC വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ ഒരു സിവിലൈസേഷൻ ജനറേറ്റ് ചെയ്ത് വരണമെങ്കിൽ 1000 വർഷങ്ങൾ എങ്കിലും വേണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു 1500 BC എന്ന് പറഞ്ഞു. ഈ 1500 BC ഒരു പ്ലേസ് ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതിനേക്കാൾ ശേഷം വന്നു കഴിഞ്ഞാൽ ബുദ്ധന്റെ ജനനവും അതുപോലെ പാണിനിയുടെ ജനനവും തമ്മിൽ പ്രശ്നം വരും. അതായത് ഈ ഓരോ ഗ്രന്ഥങ്ങളും 4 വേദങ്ങളും അതിനെ ബന്ധപ്പെട്ട മറ്റുള്ള വർക്കുകളും ഉപനിഷത്തുക്കളെല്ലാം ഒരു 1000 അല്ലെങ്കിൽ ഒരു 800 വർഷത്തിന്റെ കാലഘട്ടത്തിനിടയിൽ ഇരുന്ന് ഇവർ കമ്പോസ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, മാക്സ് മുള്ളർ. കാരണം ഈ 800 വർഷത്തിന് ശേഷം 600 BC 500 BC അടുപ്പിച്ച് പാണിനി ഈ അഷ്ടാധ്യായി കമ്പോസ് ചെയ്തു. അതുപോലെ ബുദ്ധന്റെ ജനനം ഉണ്ടായി. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ വന്നതിന് ശേഷം വേദാന്തിക് ടീച്ചിങ്സ് ആണ് ഉണ്ടായത്. ബുദ്ധൻ ഒരു ഹിന്ദുവാണ്, ശുദ്ധോധനന്റെയും മായാദിയുടെയും മകനാണ്, ഹിന്ദു ആണെങ്കിലും അദ്ദേഹം പുതിയൊരു മതത്തിന് ഉദയം കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ജൂതനായ ജീസസും ക്രിസ്ത്യൻസിനെയും പോലെയാണ് ഹിന്ദുവായ ബുദ്ധനും ബുദ്ധന്റെ ഫോളോവേഴ്സും. പക്ഷെ ബുദ്ധൻ വന്നതിന് ശേഷം മറ്റൊരു മതം ഉണ്ടായി. ഹിന്ദു ഇതിൽ നിന്നും വേദാന്തിക് ടീച്ചിങ്സ്, വേദാസിൽ നിന്ന് വേദാന്തിക് കൺസെപ്റ്റ്, ആഗമാസിലേക്ക് ഒരു മൈഗ്രേഷൻ ഉണ്ടായി എന്നൊരു സങ്കല്പമുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, അന്ന് ഇവിടെ വന്നിരുന്ന IAS ഓഫീസേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് സബ്ജക്ട്സ് അവരുടെ നിലയിൽ ഒരുപാട് തിയറീസ് പ്രപ്പോസ് ചെയ്യുമായിരുന്നു. ഹെർബർട്ട് ഹോ പ്രിസ്ലി എന്നൊരു IAS ഓഫീസർ, അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആന്ത്രോപോളജിയും പോപ്പുലേഷൻ അതിനെ പറ്റിയുള്ള സ്റ്റഡീസും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഇന്ത്യൻ പോപ്പുലേഷൻസിനെ സ്റ്റഡി ചെയ്തു. മൂക്കിന്റെ നീളവും അതിന്റെ മൂക്കിന്റെ ബേസിന്റെ വീതിയും തമ്മിലുള്ള ബന്ധം വെച്ച് നേസൽ ഇൻഡെക്സ് തിയറി എന്നാണ് അതിന് പറയുക. നേസൽ ഇൻഡെക്സ് തിയറിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ 2378 ജാതികൾ, കാസ് ആൻഡ് 44 ട്രൈബുകൾ ഇവിടെ ഉണ്ടെന്ന്. ഇത് നടക്കുന്നത് 1870 മുതൽ 75 മുതൽ 95 വരെയുള്ള 20 വർഷത്തിന്റെ കാലഘട്ടത്തിനിടയിൽ 14 വർഷത്തോളം ഇദ്ദേഹം ട്രാവൽ ചെയ്ത് കണ്ടെത്തിയതാണത്. ഇന്ത്യയിലെല്ലാം ട്രാവൽ ചെയ്ത് ഇയാൾ കണ്ടെത്തിയത്. ഇത് നമ്മുടെ അരവിന്ദൻ നീലകണ്ഠൻ അതുപോലെ ഇദ്ദേഹം രാജീവ് മൽഹോത്ര രണ്ടാളും കൂടി കമ്പോസ് ചെയ്ത ബ്രേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇത് വിശദമായി തന്നിട്ടുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ്.
പിന്നെ ലേറ്റർ ഇറ്റ് വാസ് മെയ്ഡ് കമ്പൽസറി. പിന്നീട് അത് കമ്പൽസറി ആക്കി. എവറിബഡി ഹാസ് ടു മെൻഷൻ ദർ കാസ്റ്റ് ഇൻ ദ അക്കാഡമിക് ഡോക്യുമെന്റ്. നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ജാതി എഴുതണം. ഇന്ത്യ സ്വതന്ത്രമായിട്ട് കൂടി അത് മാറ്റിയിട്ടില്ല ആ സിസ്റ്റം എന്നുള്ളതാണ് സങ്കടം. ആ നെഹ്റു ഭരണത്തിൽ വന്നതിന് ശേഷവും ഇതേ സിസ്റ്റം നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. സംസ്കൃതം അതുപോലെ മറ്റുള്ള ലാംഗ്വേജസ് തമ്മിലുള്ള ബന്ധം. സംസ്കൃതം ഇതൊക്കെയാണ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. ഇത് ഈ വേർഡ്സ്, കോമൺ വേർഡ്സ്, സംസ്കൃതത്തിലുള്ള കോമൺ വേർഡ്സ് ആണ്. അതായത് സംസ്കൃതമാണ് ഏറ്റവും കൂടുതൽ കോഗ്നേറ്റ്സിനെ ക്യാരി ചെയ്യുന്നത്. ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വേർഡ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സംസ്കൃതമാണ്. ബാക്കിയുള്ള ഈ ഭാഷകളെല്ലാം ഷെയർ വേർഡ്സ് വളരെ കുറവാണ് ബാക്കിയുള്ള ഭാഷകൾ. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇത് ഇപ്പോൾ നിലവിലുള്ള അർമേനിയൻ, ടൊക്കാരിയൻ, ഓൾഡ് ഐറിഷ്, ലിത്വാനിയൻ, അൽബേനിയൻ ഇങ്ങനത്തെ എല്ലാ ലാംഗ്വേജസും ഉരുത്തിരിഞ്ഞ് വന്നത് ഒരു കോമൺ സെറ്റ് ഓഫ് ലാംഗ്വേജസിൽ നിന്നാണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പൊ ഇന്ന് നിലവിലുള്ളത്. കാരണം ഇവിടെ എല്ലാം ആര്യൻ ഇൻവേഷൻ റെലവെന്റ് ആണ്. ഈ രാജ്യങ്ങളിലെല്ലാം, യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളിലും അത് റെലവെന്റ് ആണ്. കാരണം ബ്രിട്ടീഷ് സിവിലൈസേഷൻ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയത് സെൽട്സ് വന്നതിന് ശേഷമാണ്. സെൽസും ഡ്രൂയിഡ്സ് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ, അതായത് മുൻപുണ്ടായിരുന്ന ആര്യരുടെ, ബ്രിട്ടീഷ് ഇതിൽ ജീവിച്ചിരുന്ന ആര്യരുടെ ഫയർ പ്രീസ് ആണ് ഈ ഡ്രൂയിഡ്സ്. അതുപോലെ ഫ്രിജിയൻസ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, അത് ഗ്രീക്കുകാരുടെ ഫയർ പ്രീസ് ആണ്. ഇതേപോലെ ബലാണാസ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് വെവ്വേറെ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സിവിലൈസേഷൻ ഉരുത്തിരിഞ്ഞ് വരാൻ അവർ കാരണമായി എന്നതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിന് അവിടെയെല്ലാം പ്രൂഫും ഉണ്ട്, അവർ വന്നു എന്നുള്ള തെളിവുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കേസിൽ ഒരു തെളിവുമില്ല. പക്ഷെ ഒരു തെളിവും വേണ്ട, ഒന്നിന്റെയും അടിസ്ഥാനമില്ലാതെ അവർ അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് 72 ബേസിക് കോഗ്നേറ്റ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ വേർഡ്സ് കൺസ്ട്രക്റ്റഡ് സയന്റിഫിക്കലി, Sanskrit has contributed around 70 words. German 46 words, Baltic 23 words, Slavic 16 words, Greek 48 words. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാഷ ഏതാണ്. എല്ലാ മറ്റു സിസ്റ്റർ ഭാഷകളിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഭാഷ സംസ്കൃതം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് പ്രൂവിങ് ഇറ്റ്സ് ആന്റിക്വിറ്റി. സംസ്കൃതം ഏറ്റവും ഓൾഡസ്റ്റ് ആണെന്നുള്ളത് അത് തന്നെ തെളിയിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതാരും ആക്സെപ്റ്റ് ചെയ്യില്ല. അവരെന്തെങ്കിലും നിലയിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഉണ്ടായത് അനറ്റോളിയയിലാണ് അല്ലെങ്കിൽ റഷ്യയിലാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു മൈഗ്രേഷൻ സെനാരിയോ ഉണ്ടാക്കാനാണ് അവർക്ക് താല്പര്യം. അല്ലാതെ ഇപ്പൊ ഈ ലിംഗ്വിസ്റ്റിക് പാലിയൻറ്റോളജിയിൽ ഇത്ര ഡീപ്പായി പോയി ഇങ്ങനെ ഈ ഒരു സ്റ്റഡി നടത്തിയത് ശ്രീകാന്ത് തളകേരിയാണ്. അദ്ദേഹം ഋഗ്വേദത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുകയും ഋഗ്വേദത്തിലുള്ള ഓരോ ഫാമിലീസ്, കിങ് ഫാമിലീസ് ആയാലും ജോഗ്രഫിക്കൽ ഇതായാലും പഠിച്ച് വളരെ വിശകലനം ചെയ്ത് മൈക്കൽ വിച്ചൽ എന്ന് പറഞ്ഞ പ്രൊഫസർ മൈക്കൽ വിച്ചലാണ് ഇന്നത്തെ ആര്യൻ ഇൻവേഷൻ തിയറിയുടെ ഏറ്റവും വലിയ പ്രൊപ്പോണന്റ്. അയാൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങൾക്കെതിരെ മറുപടി കൊടുക്കാൻ സാധിച്ചുള്ള ഒരേ ഒരു വ്യക്തി ശ്രീകാന്ത് തളകേരിയാണ്. ഇങ്ങനെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തപ്പോൾ ശ്രീകാന്ത് തളകേരിക്ക് ആളൊരു ഓഫർ കൊടുത്തു. നിങ്ങൾ ഇമ്പാർഷ്യൽ, അതായത് മനസ്സിലൊന്നും പ്രീ കൺസീവ്ഡ് നോഷൻസ് ഇല്ലാതെ വരികയാണെങ്കിൽ അയാളുടെ കീഴിൽ ഇവിടെ റിസർച്ച് നടത്താമെന്ന് ഹാർവാർഡിൽ. തളകേരി പറ്റില്ല എന്ന് പറഞ്ഞത് റിജക്ട് ചെയ്തു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രന്റെ സ്റ്റോറീസ് പറയുന്നത്, ഇന്ദ്രൻ, വൃത്രൻ, അതുപോലെ അങ്ങനെ കുറെ കഥകളുണ്ട്. സരമ, പാണി, ഇങ്ങനെയുള്ള ഋഗ്വേദ ബേസിലുള്ള ഒരുപാട് കഥകളുണ്ട്. ഇത് സെയിം കഥകൾ മറ്റുള്ള സംസ്കാരങ്ങളിലും ഉണ്ട്. പക്ഷെ എല്ലാ കഥകളും ഇല്ല. ചില സംസ്കാരം, ഗ്രീക്ക് മൈത്തോളജിയിലുള്ള ചില സ്റ്റോറീസ് അത് നമ്മുടെ ഋഗ്വേദിക് സ്റ്റോറീസിനായിട്ട് സിമിലർ ആണ്. അതുപോലെ നോർസ് ഗോഡ്സ്, ഈ തോറും ഇതൊക്കെ ഇപ്പൊ പുതിയ മൂവീസ് വരുന്നുണ്ട്. ആ നോർഡിക് മൈത്തോളജി എന്തൊക്കെ കഥയുടെ ബേസിസിലാണോ ഉള്ളത് അതിനെല്ലാം സിമിലർ സ്റ്റോറീസ് ഋഗ്വേദത്തിലുണ്ട്. മറ്റേത് ബാൾട്ടിക് ആയാലും സ്ലാവിക് ആയാലും ഗ്രീക്ക് ആയാലും എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള സ്റ്റോറീസ് ഋഗ്വേദത്തിലുണ്ട്. എന്നാൽ ഈ ബാൾട്ടിക്കിനും ഗ്രീക്കിനും കോമൺ ആയിട്ടുള്ള സ്റ്റോറീസ് ഇല്ല. അവർക്ക് അതിന് ഋഗ്വേദത്തിനെ ബന്ധപ്പെടുത്തിയാൽ മാത്രമേ കോമൺ ലിങ്ക് ഉള്ളൂ. ഈ മൈത്തോളജീസ് എല്ലാം കോമൺ മൈത്തോളജീസ് ആയി വരുന്ന എല്ലാം ഋഗ്വേദത്തിലുള്ള കഥകളുമായിട്ടുണ്ടെങ്കിലും പരസ്പരമുള്ള കഥകൾ വളരെ കുറവാണ്. അതായത് ഇപ്പൊ ഒരു ജർമ്മൻ മൈത്തോളജിക്കൽ സ്റ്റോറി അത് ഒരിക്കലും ഒരു സെൽറ്റിക് മൈത്തോളജിക്കൽ സ്റ്റോറിയായിട്ട് മാച്ച് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു കഥയില്ല. എന്നാൽ നേരെ മറിച്ച് ഈ ജർമ്മൻ സ്റ്റോറിക്ക് സിമിലർ ആയിട്ടുള്ള സ്റ്റോറി ഋഗ്വേദത്തിലുണ്ട്. അതുപോലെ നമ്മുടെ ബാൾട്ടിക് സ്റ്റോറിക്ക് സിമിലർ ആയിട്ടുള്ള സ്റ്റോറി നമ്മുടെ ഋഗ്വേദത്തിലുണ്ട്. അപ്പൊ കോമൺ ഫാക്ടർ എല്ലാം കൊണ്ടും ഋഗ്വേദവും സംസ്കൃതവും ആണ് എന്ന് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ നിലയിൽ.
പക്ഷെ എന്നാലും ഈ ഒരിക്കലും ഒരു ഭാഷയുടെ ഫ്ലോ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് പ്രീ കൺസീവ്ഡ് ഒരു ഇതിന്റെ മുകളിൽ കണ്ടെത്താൻ സാധിക്കില്ല. അതായത് ഇന്ന കാലഘട്ടത്തിൽ ഇവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഈ ഭാഷ ഇവരാണ് പഠിപ്പിച്ചത് എന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു വാദമുണ്ട്, ഇത് സയൻസ് ആണ് അല്ലെങ്കിൽ ഇത് ലിംഗ്വിസ്റ്റിക് പാലിയോന്റോളജി റിലയബിൾ ആണ് എന്നുള്ളൊരു വാദത്തിന്റെ മുകളിലാണ് അവർ ഇത് പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇത് വേറെ ഒന്നുണ്ട്. ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നാളെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പോയിന്റ് ഇട്ടുണ്ടായിരുന്നു, എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കീസ് ആണ്, എല്ലാം രാജ്യഭരണങ്ങളായിരുന്നു എന്ന് മാത്രമല്ല അതിന് വലിയ ആന്റിക്വിറ്റി ഒന്നുമില്ല. ഏറ്റവും പഴയ രാജ്യം എന്ന് പറഞ്ഞാൽ 900 years ആയിട്ടുള്ളത് ഫോം ചെയ്തിട്ട്. അപ്പൊ അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. അവരുടെ പാസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ അവർക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഇനി ആ കൊളോണിയലിസത്തിന്റെ ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാം. കാരണം യൂറോപ്പിലുള്ള രാജ്യങ്ങൾ ഓൾ ഓവർ ദ വേൾഡ് സഞ്ചരിച്ച് എല്ലാ രാജ്യങ്ങളെയും പിടിച്ചടക്കി അവരുടെ കോളനീസായി വെച്ചിരുന്നു. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എന്താ, റീപർക്കഷൻസ് എന്താന്ന് നമുക്ക് നോക്കാം. പിന്നെ അവര് ഈ കൊളോണിയലൈസ് ചെയ്ത് ആൾക്കാരെ സബ്ജുഗേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ബൈബിളിക്കൽ സ്റ്റോറീസിന്റെ ഹെൽപ്പ് എടുത്തിരുന്നു. നോവയുടെ കഥയുടെ ബേസിസിലാണ് അവര് അത് ജസ്റ്റിഫൈ ചെയ്തിരുന്നത്. അത് കറുത്തവൻ അടിമയാകാൻ വിധിക്കപ്പെട്ടവനാണെന്നൊരു മുൻവിധിയോടെ അവർ ചെയ്തിരുന്നത്. ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ഈ രാജ്യം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് എംപയർ ആണ്. രാജഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പോർച്ചുഗീസ് എംപയർ. പിന്നീട് സ്പെയിൻ 1139 AD. അത് ഏകദേശം 900 years മുമ്പ് പോർച്ചുഗീസ് സ്വന്തം കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് മാത്രമല്ല അപ്പൊ തന്നെ കപ്പലിൽ കയറി നാട്ടുകാരെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അതുപോലെ സ്പെയിനും സിമിലർ ആണ്. ഇവരെല്ലാം ഈ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവിടുന്ന് പിടിച്ചടക്കി അവിടുന്ന് ആൾക്കാരെ അതുപോലെ അവിടുത്തെ റിസോഴ്സസ് ട്രേഡ് എന്നുള്ള നിലയിൽ പോയിട്ട് കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഇവർക്ക്. In 1434 the first consignment of slaves was brought to Lisbon. കാരണം ഇവര് കൊളോണിയലൈസ് ചെയ്ത ലാൻഡ്സ് അമേരിക്കാസ് കണ്ടുപിടിച്ചതിന് ശേഷം ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അവര് അവിടെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവർക്ക് ഫ്രീ ലേബർ അല്ലെങ്കിൽ വളരെ ചീപ്പ് ലേബർ ആവശ്യം ഉണ്ടായിരുന്നു ഈ പണികൾക്കായിട്ട്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് ഏറ്റവും പറ്റുന്ന ഇതായിരുന്നു അടിമകളെ കണ്ടെത്തുക, കൊണ്ടുപോയി പണിക്കിടുക. ക്രിസ്റ്റഫർ കൊളംബസ് ലാൻഡഡ് ഇൻ വെസ്റ്റ് ഇൻഡീസ്. അവര് ഓരോ ലാൻഡിലെത്തുമ്പോഴും അവർ അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ശരിക്കും വേൾഡ് ഹിസ്റ്ററി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫെനറ്റിക്കലായ ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കാത്തലിക്സ് ആണ്. ഇന്ന് സൗത്ത് അമേരിക്കയില് ഈ ഉള്ള കൺട്രീസ് ഓക്കെ, ഈവൻ മെക്സിക്കോ കൺസിഡർ ചെയ്താലും അതുപോലെ ഈ ബ്രസീൽ, അർജന്റീന ഇതെല്ലാം നോക്കുമ്പോൾ അവിടെയെല്ലാം ഇന്ന് ക്രിസ്ത്യൻ റിലിജിയൻ മാത്രമേ ഉള്ളൂ. ഒരു 600 വർഷം മുമ്പ് ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല സംഭവം. അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നില്ല, ക്രിസ്തുമതം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ലോക്കൽ സിവിലൈസേഷൻസ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആസ്ടെക്സും ഇൻകാസിനെയും ഒക്കെ ഇവർ പറയുന്നത്, ഈ മായൻസിനെയും ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇവർ കാനിബോൾസ് ആണ്, മനുഷ്യനെ അവർ കുരുതി കൊടുത്തിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ് കഥ പറഞ്ഞുണ്ടാക്കി അങ്ങനെ വിശ്വസിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറയെ. അത് സത്യമാണോ എന്നുള്ളത് ഒരു റിസർച്ച് ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഇൻകാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 6000-ഓളം അടി മുകളിൽ, 6000-ഓളം അല്ലെങ്കിൽ 6000 to 10,000 അടി മുകളിലുള്ള സ്ഥലങ്ങളിൽ 260-ഓളം വ്യത്യസ്തമായ പൊട്ടറ്റോസ്, അതായത് ഉരുളക്കിഴങ്ങിന്റെ കൃഷി നടത്തിയിരുന്ന കൂട്ടരാണ് ഈ ഇൻകാസ്. ഈ ഉരുളക്കിഴങ്ങ് അവർ ഭക്ഷിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ടെക്നിക്സ് ഉണ്ടായിരുന്നു. ഇവർ എന്തുകൊണ്ട് മനുഷ്യനെ കൊന്നു തിന്നണം? ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുകൊണ്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇവര് സ്പെയിനും പോർച്ചുഗീസും എന്നും കടലിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്. അപ്പൊ അവർ ആ യുദ്ധത്തിന്റെ ഇങ്ങനെ പരസ്പരമുള്ള എനിമിറ്റി അവസാനിച്ച് ഇവർക്ക് ബാക്കിയുള്ള രാജ്യങ്ങളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി ഇവരൊരു ട്രീറ്റി സൈൻ ചെയ്തു, ട്രീറ്റി ഓഫ് ടോർഡസില്ലാസ്. അത് 1520 അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ ഒരു ട്രീറ്റി ഓഫ് സരഗോസയും സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രീറ്റി ഓഫ് ടോർഡസില്ലാസ് എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കനെ അവര് ഭൂമിയുടെ മുകളിൽ വര വരച്ച് ഈ വരയുടെ ഉള്ള ഇടത്തുഭാഗം ഞാൻ ലൂട്ട് ചെയ്യാം, വലത്തുഭാഗം നീ ലൂട്ട് ചെയ്തോ എന്നുള്ള നിലയിലാണ് ഇവരുടെ ട്രീറ്റി എല്ലാം. അതുകൊണ്ട് മൊത്തം സൗത്ത് അമേരിക്കയിൽ ഇന്ന് ബ്രസീലില് വേറെ ലാംഗ്വേജും ബാക്കിയുള്ള കൺട്രീസിലെല്ലാം മറ്റൊരു ലാംഗ്വേജുമാണ് അല്ലെ. യു ക്യാൻ ആഡ്
അതുപോലെ ഇന്ന് അതിന്റെ പ്രത്യേകതയാണ് ഒരേ എത്നിക് ഗ്രൂപ്പ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജീവിക്കുന്ന ഐലൻഡാണ് ഈ പാപ്പുവ ന്യൂഗിനി ഐലൻഡ്. ആ ഐലൻഡിന്റെ പകുതി ഇന്തോനേഷ്യയും പകുതി പാപ്പുവ ന്യൂഗിനിയാണ്. ഇവർ എത്നിക്കലി സെയിം ആണ് ആൾക്കാർ. പക്ഷെ ഇന്ന് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി, രണ്ട് വ്യത്യസ്ത ഭരണകൂടത്തിന്റെ കീഴിൽ രണ്ട് വ്യത്യസ്ത ജീവിത രീതി തുറന്ന് ജീവിക്കാൻ കാരണം ഈ കൊളോണിയലിസം ആണ്. ആക്ച്വലി ഇവര് വേൾഡിനെ 2 or 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്തത് ഈ സ്പാനിയർഡ്സും പോർച്ചുഗീസും. ശരിക്ക് കൊളംബസ് ആണോ അമേരിക്ക കണ്ടുപിടിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ട് 2 അഭിപ്രായമുണ്ട്. 2 അഭിപ്രായമല്ല, 3 അഭിപ്രായം, 4 അഭിപ്രായമുണ്ട്. അമേരിക്ക എന്നുള്ള ആ സ്ഥലം കണ്ടുപിടിച്ചത് കൊളംബസിന്റെ എത്രയോ മുമ്പ് തന്നെ പല ആളുകളും അങ്ങോട്ട് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പാനിയാർഡ്സിനും പോർച്ചുഗൽസിനും മറ്റുള്ള രാജ്യക്കാരെ പഠിപ്പിക്കുന്നത് അവരെ ഇന്റേണലി അവർക്ക് പറയാനുള്ളത് കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്നാണ്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. ബിഫോർ കൊളംബസ് ആൾസോ മെനി പീപ്പിൾ ഹാവ് ഗോൺ ടു അമേരിക്ക ആൻഡ് ദേ ഹാഡ് റിലേഷൻസ് വിത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്. ഈ ട്രീറ്റി ഓഫ് സാർഗോസ, ട്രീറ്റി ഓഫ് ടോർഡസിലാസ്, ഇത് 2 രാജ്യങ്ങൾ, 2 കാത്തലിക് രാജ്യങ്ങളായിരുന്നു, പോർച്ചുഗലും സ്പെയിനും. ഇതാണ് അതിന്റെ മാപ്പ്. 2 കാത്തലിക് രാജ്യങ്ങൾ തമ്മിൽ ഓപ്പൺ സീയിൽ യുദ്ധങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിന് മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയിട്ട് പോപ്പാണ് വന്നിരുന്നത്. അത് അലക്സാണ്ടർ 6 എന്നുള്ള ആ പോപ്പാണ് ഇതിനെ മധ്യസ്ഥ വെച്ചത്. അപ്പൊ രണ്ട് ട്രീറ്റീസ് ഉണ്ടാക്കാണ്. രണ്ട് സമയങ്ങളിൽ 2 ട്രീറ്റി ഉണ്ടാക്കാണ്. The first treaty is Treaty of Tordesillas, and second treaty is Treaty of Saragossa. So you can clearly see one is Americas and another is Malaccan Strait. Yes, Malaccan. You can clearly see how they have crossed the line. The Brazil part has gone to the Spaniards, and the rest of the South America has gone to the Portuguese. Similarly, പക്ഷേ ഇതിന് ശേഷം ഈ കൊളോണിയൽ ഭരണകാലത്ത് ഇതെല്ലാം പല കൈമറിഞ്ഞ് പലരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ട്. ഈ മലാക്കൻ സ്റ്റേറ്റിലുള്ളത് അവർ ജർമ്മൻസ്, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മൻസും ബ്രിട്ടീഷും കൂടി ഷെയർ ചെയ്തിരുന്നതാണ് ഈ പാപ്പുവ ന്യൂഗിനി. മറ്റേ പോർഷൻ ഇന്തോനേഷ്യയുടെ കയ്യിൽ വന്നു. ഇത് ജസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ടോർഡസിലാസും സാർഗോസിയും പോപ്പ് 6-ാമൻ രണ്ട് രാജ്യങ്ങൾക്കായി വീതിച്ചു കൊടുക്കാൻ. അത് ഈ ലോകം മുഴുവൻ അവരുടെ സ്വന്തം സ്വത്ത് പോലെയാണ് പോപ്പ് വിചാരിച്ചിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ പോയിട്ട് കോൺകർ ചെയ്തിട്ട് കൊല ചെയ്തിട്ട് അതിനുള്ള റിസോഴ്സസ് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുവന്നിട്ട് സ്വന്തം രാജ്യത്തിനെ പ്രോസ്പർ ചെയ്യാന്നുള്ള ഒരൊറ്റ എയിമിന്റെ മുകളിലാണ് ട്രീറ്റി ഓഫ് ടോർഡസിലാസും സാർഗോസിയും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഉടനെ വരുന്നതാണ് ഫ്രഞ്ചുകാരാണ്. പിന്നെ അത് പോർച്ചുഗീസും സ്പെയിനിയാർഡ്സിനും ശേഷം ഫ്രഞ്ച് കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഡച്ച് വന്നു, ഒരുപാട് ആൾക്കാർ, ബ്രിട്ടീഷ് വന്നു. പക്ഷെ ഫസ്റ്റ് പയനിയേഴ്സ് ഓഫ് ദിസ് കോളനി മേക്കിംഗ് ആൻഡ് ഈ കൊള്ള ചെയ്യുന്ന ഈ പരിപാടിക്ക് പയനിയേഴ്സ് ഈ സ്പെയിനിയാർഡ്സും പോർച്ചുഗീസ് സ്റ്റാർട്ടഡ് actually, and they were very strong. They were having a very strong navy. നമ്മുടെ ഇന്ത്യക്ക് ചരിത്രമുണ്ട്. പോർച്ചുഗീസുകാരുമായിട്ട് യുദ്ധം ചെയ്ത് ഡിയൂല് വരെ പോയി യുദ്ധം ചെയ്ത ഒരു രാജാവാണ് നമ്മുടെ സാമൂതി. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരായിട്ട് യുദ്ധം ചെയ്ത് കുളച്ചൽ യുദ്ധം. അത് വേറെ. ഇത് അന്നത്തെ ലാൻഡ്സ്കേപ്സ് ആണ്. അവർ പിടിച്ചടക്കിയിരുന്ന രാജ്യങ്ങളും പിന്നെ അന്ന് ഉണ്ടായിരുന്ന രാജ്യങ്ങളും. നമ്മള് ഈ 0 AD 200 BC എങ്ങനെയുള്ള കൺട്രീസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു മാപ്പാണിത്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കൂ. ആ ടൈമില് this was the world order actually. ഇത് 2000 BC, sorry 200 BC Mauryan Empire ഉണ്ട്. You can see the region near India, no? It 200 AD Gupta Empire. ഇതാണ് ഇന്ന് യൂറോപ്പിൽ നിലവിലുള്ള മെയിൻ രാജ്യങ്ങളുടെ ആന്റിക്വിറ്റി. നമുക്ക് നോക്കാം എത്ര പഴയ രാജ്യങ്ങളാണ് ഓരോന്നും എന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് അധികം പഴക്കമൊന്നുമില്ല ഈ രാജ്യങ്ങൾക്കൊന്നും. ഇതുകൊണ്ടാണ് നമ്മുടെ രാജ്യം, ഇന്ത്യക്ക് വലിയ പഴക്കമൊന്നുമില്ല, 74 വർഷം പഴക്കമേ ഉള്ളൂ, അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിരുന്നില്ല എന്നൊക്കെ അങ്ങനെ വരട്ടുവാദമായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ശരിക്ക് ഈ ആര്യവർത്തമായാലും ഈ നമ്മൾ നേരത്തെ കണ്ടു ഈ മൗര്യ എംപയർ, മൊത്തം ഇന്ത്യ മൗര്യ എംപയറിന്റെ കീഴിലാണ്.
അതുപോലെ ആര്യവർത്തം ആ പഴയ കാലഘട്ടത്തിൽ മൊത്തം ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമായിരുന്നു. പല പല നാട്ടുരാജ്യങ്ങളുണ്ടെങ്കിലും നമ്മളെ ബൈൻഡ് ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട്, ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ടായിരുന്നു നമുക്ക്. ആ ലാംഗ്വേജിന്റെ ക്ലെയിം അവരെടുക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അതായത് നമ്മുടെ ദേവഭാഷയായിട്ടുള്ള സംസ്കൃതം അത് മറ്റൊരു കൂട്ടർ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് തന്നതാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അവർ ഈ ആനിമേഷൻ തിയറിയിലൂടെ. അതായത് ദേവഭാഷയായ സംസ്കൃതത്തിനുള്ള വേറെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എവറിത്തിങ് ഫോർ അസ്. അതിനെ ബന്ധപ്പെട്ടിട്ടാണ് എല്ലാം, വിശ്വാസവും നമ്മുടെ ഐഡന്റിറ്റി വരെ അതിനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ വലിയ ആന്റിക്വിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സമൂഹമാണ്, ഈ ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതും തീരെ ആന്റിക്വിറ്റി ഇല്ലാത്ത വളരെ 300-500 വർഷം മുൻപ് ഫോം ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ള ഡിബേറ്റ് നടക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയത് ഞങ്ങളാണ്, യൂറോപ്യൻസ് ആണ്. പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു ഇന്ത്യ എന്നുള്ളത്. പല നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡായി ചിതറി കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. അപ്പൊ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, when were your borders stabilized as we have seen today? അതിന്റെ ചാർട്ടാണ് ഇത്. ഇത് ഒരു +or-5-6 ഇയേഴ്സിന്റെ അങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ ഏകദേശം 880 കൊല്ലം മുമ്പാണ് പോർച്ചുഗലിന്റെ ഇന്ന് കാണുന്ന ജോഗ്രഫി സ്റ്റെബിലൈസ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഇന്ന് കാണുന്ന ബോർഡേഴ്സ് സ്റ്റെബിലൈസ് ആയിട്ടുള്ള 829 കൊല്ലം മാത്രമാണ്. നിങ്ങൾക്ക് കാണാം UK was just 312 years. ഔറംഗസീബ് മരിച്ചതിന് ശേഷമാണ് UK ബോർഡർ സെറ്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 1707 സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഇയർ ഓഫ് ഡെത്ത് ഓഫ് ഔറംഗസീബ്. ഇവരൊക്കെ വളരെ പുതിയ രാജ്യങ്ങളാണ്, പുതിയ കൾച്ചേഴ്സ് ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇന്ത്യയെ ക്യാപ്ചർ ചെയ്ത് റൂൾ ചെയ്യാൻ തുടങ്ങിയത് 1757 ആ പീരീഡിലാണ്. മറാഠാസിനായിട്ടുള്ള ഈ സ്കർമിഷസും ഫൈറ്റ്സ് എല്ലാം നടന്ന് മെല്ലെ ഒരു കൺട്രോൾ എടുക്കാൻ തുടങ്ങിയത് ഇറ്റ് ഇസ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 18th century. ഏകദേശം യൂറോപ്യൻ ബോർഡേഴ്സ് 1000 വർഷം മുമ്പ്, ഇന്നേക്ക് 1000 വർഷം മുമ്പ്. There was no Germany. Can you find where is UK? അത് ഹോളി റോമൻ എംപയറിൽ ജർമ്മേനിയ എന്ന് പറഞ്ഞ പോർഷൻ ആയിരുന്നു, പിന്നീട് ജർമ്മനിയായി മാറിയത്. ഒരു ജർമാനിക് ട്രൈബ്സ് ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു. കാനഡയിൽ പോയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു ചെറിയ ഹിസ്റ്ററിയാണ്. 1490 ബ്രിട്ടീഷ് എംപയർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ജോൺ കൊബോൾട്ട് ആണ് ആദ്യത്തെ മനുഷ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 312 വർഷമായി എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്നത്തെ ജോഗ്രാഫിക്കൽ ബോർഡേഴ്സ് എന്നുള്ള നിലയിൽ വന്നതിനാണ് 312 എന്നുള്ള വർഷം പറയുന്നത്. ബ്രിട്ടീഷ് എംപയർ വാസ് ഫോംഡ് ഏർലിയർ. നോ കൊളോണൈസേഷൻ. ആഫ്രിക്കയിൽ നിന്ന് സ്ലേവ് ട്രേഡിന് വേണ്ടി ആളുകളെ പിടിക്കുമ്പോൾ ഏകദേശം 6 കോടിയോളം ജനങ്ങളെ ഒരു കരുണയുമല്ലാതെ കൊന്നുതള്ളിയ ആൾക്കാരാണ് ഈ യൂറോപ്യൻസ്. ഈ താഴത്തെ ഡെക്കില് ഇതൊരു സ്ലേവ് ഷിപ്പാണ്. ഇതിന് താഴത്തെ ഡെക്കിൽ കാണുന്ന ആ ഷിപ്പിന്റെ ഡെക്കില് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? ഇങ്ങനെയാണ് മനുഷ്യന്മാരെ അടുക്കിയിരുന്നത് അവിടെ. ഈ രീതിയിൽ അവർ 2 മാസത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ ആഫ്രിക്കൻ സ്ലേവ്സ് കടന്നിരുന്നതാണ്. ഇങ്ങനെയാണ് അവരെ പാക്ക് ചെയ്തിരുന്നത് സ്ലേവ് ഷിപ്സിൽ. ഒരുപാട് മൂവീസ് എടുത്തിട്ടുണ്ട് സ്ലേവറി ആൻഡ് സ്ലേവ് ഷിപ്സിന്റെ ഇതിൽ. ഇവര് ഏകദേശം പകുതിയോളം മനുഷ്യര് മരിച്ചു പോകും. സർവൈവേഴ്സ് അവിടെ പോയ ബൗണ്ടഡ് ലേബർ, അടിമപ്പണിയാണ്. പിന്നെ ഈ ഷിപ്സിൽ സ്ലേവ് ഷിപ്സിൽ പോവാൻ യൂറോപ്യൻസിന് താല്പര്യമില്ലായിരുന്നു. കാരണം ഒരുപാട് രോഗങ്ങളും. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും these people will become money. So this slaves can be converted into quick money. So it's a very lucrative trade. ഇനി ബൈബിളിക്കൽ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നോവയുടെ പെട്ടകത്തിന്റെ കഥയാണ്. ഇതാണ് നോവ ഇപ്പൊ നേരത്തെ മൊസൈക്ക് അക്കൗണ്ടിനെ പ്രകാരം 4000 BC ലോകം ഫോം ചെയ്തു. അത് ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം 2000 വർഷം, 2000 അടുത്ത് 1500-2000 വർഷത്തോളം അവർ ഫ്ലറിഷ് ചെയ്തു. അതിനുശേഷം ദൈവകോപം ഉണ്ടായി, പ്രളയം ഉണ്ടാക്കി. അപ്പം നോവയോട് പറയാണ് കുറച്ച് പേരെ രക്ഷപ്പെടുത്താൻ. അങ്ങനെ രക്ഷപ്പെടുത്തിയതാണ് ഈ ജന്തുക്കളെ എന്നാണ് അവരുടെ വിശ്വാസം. ഓരോ ജോഡി എല്ലാ ജന്തുക്കളെയും
അയാൾ പെട്ടകത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ നോവ ഇത് കഴിഞ്ഞ് നോവയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, ജാഫേത്ത്, ഹാം, ഷെം. ഇത് കാണുന്ന പോലെ തന്നെ ജാഫേത്ത് വെള്ളക്കാരനായിരുന്നു, വെളുത്ത തൊലിയുള്ളവനും, ഹാം എന്ന് പറഞ്ഞാൽ കറുത്ത തൊലിയുള്ളവനും, ഷെം എന്ന് പറഞ്ഞാൽ ബ്രൗൺ തൊലിയുള്ളവനുമായിരുന്നു. ഒരു ദിവസം ഈ നോവ കിടന്നുറങ്ങുമ്പോൾ നോവയുടെ മേലിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറിപ്പോയിട്ട് നഗ്നായി കിടന്നുറങ്ങുകയാണ്. അപ്പൊ ആ ഉറങ്ങുന്നത് കണ്ട് ചിരി അടക്കാൻ വയ്യാതെ ഈ ഹാം അയാളെ കളിയാക്കി ചിരിക്കുമ്പോ ഈ ഷെമ്മും ജാഫേത്തും അയാൾക്ക് പോയിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ട് അയാളെ മൂടിയിടും. പക്ഷെ തന്നെ കളിയാക്കി ചിരിച്ചു ഹാം എന്നറിഞ്ഞ ഈ നോവ, നിന്റെ മക്കളുടെ മക്കളും ആ പരമ്പരകളും മറ്റുള്ളവരുടെ അടിമകളായി ജീവിക്കട്ടെ എന്ന് ശപിക്കുന്ന ഒരു കഥയുണ്ട് ബൈബിളിൽ. ആ ബൈബിളിക്കൽ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ യൂറോപ്യൻസ്, വെള്ളക്കാരായ യൂറോപ്യൻസ് മറ്റുള്ള ഇൻഫീരിയർ ഗോത്രങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്ന, അതായത് വെള്ളക്കാരൻ എന്നും ഞങ്ങളാണ് ഈ ജഫേത്തിന്റെ പിന്മുറക്കാർ, ഞങ്ങളാണ് ഏറ്റവും സുപ്പീരിയർ എന്നൊരു വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നത്. ബ്രൗൺ സ്കിൻഡ് ആയാലും ബ്ലാക്ക് സ്കിൻഡ് ആയാലും ഞങ്ങളുടെ അടിമകളാവാൻ വേണ്ടി ജനിച്ചവരാണെന്ന വിശ്വാസത്തിന്റെ മുകളിലാണ് അവർ മുന്നോട്ട് പോരുന്നത് തന്നെ. ആൻഡ് ദാറ്റ് അവർക്കൊരു എൻടൈറ്റിൽ ഫീലിംഗ് അത് കൊടുത്തു. ബൈബിൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ മുകളിൽ, അത് സ്പിരിച്വൽ ബിലീഫിന്റെ മുകളിൽ അവർ മറ്റുള്ളവരെ അടിച്ചമർത്തി. So this is the biblical justification for human slavery. ഇതിന്റെ സെന്റർ പാർട്ട് കാണാൻ നിങ്ങൾക്ക്, ഇത് ബൈബിൾ വേർഡ്സ് ആണ്. Cursed by Canaan, a servant of servants shall be unto his brethren. ഹാമിനെ ശപിക്കുകയാണ് നോഹ. അതേസമയം ഷെമ്മിന് പറഞ്ഞിട്ട് വായിക്കട്ടെ, blessed by the Lord God of Shem and Canaan shall be his servant. ഷെം കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണെന്നാണ് സങ്കല്പം. കാരണം ഈ ജെറുസലേം ഒക്കെ ഷെമ്മിന്റെ അണ്ടറിലാണല്ലോ. ഷെമ്മിന്റെ അത് ഡാർക്ക് അല്ല എന്നാൽ കംപ്ലീറ്റ്ലി ഫെയറും അല്ലാത്തൊരു ഗ്രൂപ്പാണ് ഈ ഷെമ്മിന്റെ. അവർ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ജീസസും ഇവരൊക്കെ, ഈ ജീസസ് ഓഫ് നസറേത്ത്, അയാളൊക്കെ ജനിച്ചതും അവരുടെ സ്പിരിച്വാലിറ്റി ഒറിജിനേറ്റ് ചെയ്ത് വന്നതും ഈ അറേബ്യൻ ഏരിയയിലാണ്. അവിടെയാണ് ബ്രൗൺ സ്കിൻ ആയിട്ട് ആൾക്കാർ കൂടുതലായിട്ടുള്ളത്. ജഫേത്ത് ഇന്റലക്ച്വൽ, സയന്റിഫിക് ആൻഡ് ഫിലോസഫിക്കൽ. God shall enlarge Japheth and he shall dwell in the tents of Shem and Canaan shall be his servant. അത് വെള്ളക്കാരൻ പോയിട്ട് ഷെമ്മിനെയും അവന്റെ സെർവന്റ് ആക്കും. ഹാം അവന്റെ സ്ലേവ് ആണ്, ഹാമിന്റെ പരമ്പരക്കാരൻ അവന്റെ സ്ലേവ് ആണ്. ഇതാണ് അവന്റെ സങ്കല്പം. വെള്ളക്കാരന് ഒരു മടിയില്ല, മറ്റേ ഈ ജ്യൂസിനെ ഒരു സെർവന്റ് ആക്കിയിട്ട് വെക്കാൻ അവർക്ക് മടിയില്ല. അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായ ഇന്ത്യക്കാരെ അവർ ഒരിക്കലും ഇതായിട്ട് കണക്കാക്കുന്നില്ല. വി ആർ ഓൾ ബ്ലാക്സ് ഫോർ ദം. അപ്പൊ നമ്മളെല്ലാം അവരുടെ അടിമപ്പണി ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്റെ മുകളിലാണ്, ബൈബിളിക്കൽ ജസ്റ്റിഫിക്കേഷന്റെ മുകളിലാണ് അവർ കൊളോണിയലൈസേഷന് വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെ. കാരണം ഒരു കൺട്രിയിലുള്ള സാധാരണ ജനങ്ങളിൽ ഈ ഹ്യൂമൻ സ്ലേവറി പോലുള്ള വൈൽഡ് ആക്ടിവിറ്റീസിന് അവര് കൂട്ടുന്നില്ല. അപ്പൊ അതിന് ബൈബിളിലൂടെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് ഈ ലുക്രേറ്റീവ് ട്രേഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിപാടിയാണ് ഇവർ ചെയ്തത്. ഇതൊരു ജനറൽ എക്സ്പ്ലനേഷൻ ആണ്. ഈ ഷെമ്മിന്റെ ആളുകൾ എവിടെയാണ്, ഹാമിന്റെ ആളുകൾ എവിടെയാണ്, ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു മാത്രം. ഇത് വലിയ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ അല്ല. 5 sons of Shem: അറേബ്യ, അസിറിയ, ലിഡിയൻസ്, അരാമൈക്, അർമേനിയ, മെസപ്പൊട്ടേമിയ, ടൈഗ്രീസ് യൂഫ്രട്ടീസ് വാലി, ഇറാഖ് ആ ഭാഗത്തുള്ള ആളുകളാണ്. സിറിയ, ഇവരൊക്കെ ഷെമ്മിന്റെ പിന്മുറക്കാരാണ്, എബ്രഹാം ഡിസെൻഡൻസ്. പിന്നെ ജഫേത്ത്, ഗ്രീസ്, റോമൻസ്, then French, Italian, Spanish. These are the most superior people in the world എന്നാണ് അവരുടെ വിശ്വാസം. പിന്നെ ഇന്ത്യൻസ് ഓഫ് ഇന്ത്യ എങ്ങനെ എഴുതി ചേർത്ത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇന്ത്യൻസ് ഓഫ് ഇന്ത്യ, they are not treating us as son of Javed. പിന്നെ നമുക്ക് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലതാനും. ഇതൊരു ചർച്ചിന്റെ ബൈബിളിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. ഇതാണ് അടിമ മക്കൾ, കറുത്ത വർഗ്ഗക്കാർ. Mostly you can see it is all belonging to Africa. Northern and Africa and north of Africa. ഇത് ജോഗ്രഫിക്കലി അവർ എവിടെയെല്ലാം പ്ലേസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് നോക്കാം, ആ പ്രസന്റേഷനിൽ അവൈലബിൾ ആണ്. Table of Nations, Genesis 10. ഇങ്ങനെയാണ് മൊത്തം വേൾഡ് ഡിവൈഡ് ആയിട്ടുള്ളത്. ഇതാണ് ജഫേത്ത്, വെള്ളക്കാരൻ, യൂറോപ്പ്. ഷെം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ്. ഹാം എന്ന് പറഞ്ഞാൽ കറുത്തവർക്കാരൻ. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് സ്ലേവ് ട്രേഡിന്റെ പൈശാചികത കാണിക്കാൻ വേണ്ടി ചില സ്ലൈഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അവര് ഒരു വേർതിരിവില്ലാതെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന്
കുട്ടിയെ ഒരാൾക്കും ഈ ഭാര്യയെ വേറൊരാൾക്കും ഭർത്താവിനെ മറ്റൊരാൾക്കും വിൽക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടാവില്ല ചിലപ്പോ. ഇന്റർനെറ്റ് slow. You can see, how the child and the mother is getting separated. Actually, dark skinned alkare, they were treated like cattle. Idu undo Negroes, horses and cattle and other property. ഇതിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഈവൻ മറ്റേ മനുഷ്യാവകാശത്തിന്റെ ഭയങ്കര വലിയ പ്രൊട്ടക്ടർ ആയിട്ടുള്ള US, അമേരിക്കയിൽ വേറെ സിവിൽ റൈറ്റ്സ് ഈക്വലൈസ് ചെയ്ത് കറുത്ത വർഗ്ഗക്കാരന് തുല്യനീതി കിട്ടുന്നത് 1978 പാസാക്കിയ ബില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് മൊത്തം അമേരിക്കയിൽ. അമേരിക്കയുടെ നോർത്തേൺ സ്റ്റേറ്റ്സ്, ചില സ്റ്റേറ്റുകളിൽ മുമ്പേ ഹിസ്റ്റോറിക്കലി ബ്ലാക്സിന് റൈറ്റ്സ് ഉണ്ടായിരുന്ന സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിലും സ്പാനിഷ് അല്ലെങ്കിൽ ഈ കാത്തലിക് കൺട്രോൾഡ് ആയിട്ട് സ്പാനിഷ് കൺട്രോൾഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റുകളുണ്ട്, സ്പാനിഷ് പണ്ട് കൺട്രോൾ ചെയ്തിരുന്നത്. ആ സ്റ്റേറ്റുകളിലെല്ലാം വളരെ ലേറ്റ് ആയിട്ടാണ് ഈക്വാലിറ്റി കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും റേസിസം ഉണ്ട് എന്നുള്ളല്ലേ ജോർജ് ഫ്ലോയിഡിന്റെ കഥയൊക്കെ പറയുന്നത്. ഇതാണ് അടിമ, ഒരു ഫോട്ടോ ആണ്. they were treated like കാറ്റലിനെ പോലെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് അവരെ ഓൺ ചെയ്തിരുന്നു. ഇത് നമ്മുടെ പ്രോപ്പർട്ടി എന്നുള്ളതെല്ലാം വെള്ളക്കാരൻ ഇവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? രാജേഷ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഇല്ല, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. പിന്നെ ഈ ബ്രിട്ടീഷ് എംപയർ 1833 അവര് സ്ലേവറി അബോളിഷ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് നടത്തി. പക്ഷേ എക്സെപ്ഷൻ, ഇന്ത്യ വാസ് ആൻ എക്സെപ്ഷൻ. ഇന്ത്യയിൽ സ്ലേവറി ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിലെ ഈ ഡിബേറ്റ്സ്, അന്നത്തെ കാലത്ത് 18th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഈ ഡിസ്കഷൻസും ഡിബേറ്റ്സും തെളിയിക്കാൻ സാധിക്കും. ഇന്ത്യൻസിനെ സ്ലേവ് പോലെ ട്രീറ്റ് ചെയ്തിരുന്നു അവര്. നമ്മുടെ ഒരുപാട് ഏരിയാസിൽ ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞ ഒരു നിയമം വരുത്തി നമ്മുടെ ഒരുപാട് രാജ്യങ്ങളെ ഇവർ പിടിച്ചെടുത്ത് ടാക്സേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ആളുകളെ ഇൻഡഞ്ചേർഡ് ലേബേഴ്സ് ആയിട്ട് പല രാജ്യങ്ങളിലേക്കും ഇവർ കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. അതായത് ഇവിടുന്ന് സിലോണിലേക്ക് പോയിട്ടുണ്ട്, മലേഷ്യ, പിന്നെ ഈ ഈസ്റ്റ് ഇൻഡീസ്, വെസ്റ്റ് ഇൻഡീസ്, അതുപോലെ മഡഗാസ്കർ, പിന്നെ ഇതില് ഫിജി, അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യൻ പേരുള്ള ആളുകളെ നമുക്ക് ഇന്ന് അവിടെ പൊളിറ്റീഷ്യൻസ് ആയിട്ട് ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കും. പിന്നെ VS നൈപോൾ, അത് ഒരു ഇൻഡഞ്ചേർഡ് ലേബർ ഗ്രൂപ്പ് പോയിട്ടുള്ളതിന്റെ എത്രയോ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് VS നൈപോൾ, എഴുത്തുകാരൻ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സിറ്റിസൺ ആണ് ആള്. ഇത് ബെർലിൻ കോൺഫറൻസ് ആണ്. ആഫ്രിക്കയിലെ എല്ലാ യൂറോപ്യൻസും സ്റ്റേറ്റ് ക്ലെയിം ചെയ്യാണ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ വല്ല കേക്ക് മുറിക്കും പോലെ അവർ മുറിച്ച് പൈ കട്ടിയും പോലെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത കഥയാണ് ബെർലിൻ കോൺഫറൻസ്. അവര് ഇത് ചെയ്യുക മാത്രമല്ല, വാറിംഗ് ട്രൈബ്സ്, ആഫ്രിക്കയിലെ പല ട്രൈബുകളും പരസ്പരം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നവരല്ല. ഈ വാറിംഗ് ട്രൈബ്സിനെ ഒരേ രാജ്യത്തിൽ വിടുന്ന വിധത്തിൽ ഒരു ബോർഡേഴ്സ് ഉണ്ടാക്കി. എല്ലാവരും കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അവരൊരിക്കലും അവിടുത്തെ ലോക്കൽ പ്രോബ്ലംസ് ഒന്നും ഇവർ അനലൈസ് ചെയ്തിട്ടില്ല. ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് ആഫ്രിക്കയുടെ ഇതെന്താണ്, ഹിസ്റ്ററി എന്താണെന്ന് അന്വേഷിക്കാതെ അവർ വെട്ടി കഷ്ണമാക്കി ഓരോരോ രാജ്യങ്ങൾ അവനവന്റെ കയ്യിൽ വെക്കുക ചെയ്തു. ഇത് പഴയ ആഫ്രിക്കയുടെ ഇതാണ്. 880 1913 ഇത്രയധികം രാഷ്ട്രങ്ങളായി ഇത് കട്ട് ചെയ്ത് കഷ്ണമാക്കി. ഇത് വേൾഡ് വാറിന്റെ സമയത്തുള്ള ആഫ്രിക്കയാണ്. ഇന്നത്തെ ആഫ്രിക്ക ഇതാ കാണാൻ കഴിയുന്നു. ഇതാണ് ബെർലിൻ കോൺഫറൻസിന്റെ ഒരു കാർട്ടൂൺ ആണ്. ഓട്ടോവാൻ ബിസ്മാർക്ക്. 50-ൽ കൂടുതൽ സ്റ്റേറ്റ്സ് ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം വാറിംഗ് ട്രൈബ്സ് ആണ് പരസ്പരം. ഇന്ന് ആഫ്രിക്കയിലുള്ള മിക്കവാറും രാജ്യങ്ങളിലെല്ലാം സിവിൽ വാർ ആണ്. കാരണം അവിടെ ഏത് എത്നിക് ഗ്രൂപ്പ് റൂൾ ചെയ്യുന്നോ ആ എത്നിക് ഗ്രൂപ്പിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ട്രൈബ് ഉണ്ടാവും. അവരെന്നും അവരെതിരെ യുദ്ധം ചെയ്യും. അത് കഴിഞ്ഞ് അവർ ഭരണത്തിൽ ഇറങ്ങുന്നു, മറ്റേ ഗ്രൂപ്പ് ഭരണത്തിൽ കയറും.
അപ്പൊ ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയ ഗ്രൂപ്പ് മറ്റവരുമായിട്ട് യുദ്ധത്തിലാണ് എന്നും. നൈജീരിയയിലൊന്നും പോയി ജീവിക്കാൻ പറ്റുന്ന ഒരു സെനാരിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. സുഡാനിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഈ സിവിൽ വാർ നടക്കുന്നുണ്ട്. എത്ര മണി? ഇതാണ് കൊളോണിയലിസത്തിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് ആർക്കിയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, ഫ്ലോറ ആൻഡ് ഫോണ, ഇതെല്ലാം ഋഗ്വേദിക് ഇതിന്റെ ബേസിസിലാണ്. ഈ പ്രസന്റേഷന് വേണ്ടി ഞാൻ റെഫറൻസ് എടുത്തിട്ടുള്ളത് ബിബിലാലിന്റെ ഒരു റൈറ്റപ്പിൽ നിന്നാണ്. ആർക്കിയോളജി, ഹിസ്റ്ററിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ഋഗ്വേദിക് ഇത് എന്താ വേഴ്സസിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാനാണെന്ന് നമുക്ക് 1-2 സ്ലൈഡ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതിൽ. Celebrated archaeologist and former Director General of ASI, B.B. Lal, says that the Harappan civilization, which reached its peak in 3rd millennium BCE, grew up on Indian soil itself. അത് ആർക്കിയോളജിക്കൽ എവിഡൻസസിന്റെ ബേസിലാണ് ബ്രജ്ബാസി ലാൽ ഇങ്ങനെ പറയുന്നത്. ഇത് ഇവിടെ തന്നെ ഒറിജിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ തുടർന്നു വരുന്ന, ഇന്നും തുടർന്നു പോകുന്ന ഒരു സംസ്കാരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മറ്റൊരു ഇൻഫ്ലുവൻസ്, കൾച്ചറൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ മറ്റൊരു എത്നിക് ഗ്രൂപ്പ് ഇവിടെ വന്ന് നമ്മളെ പുതുതായി എന്തെങ്കിലും പഠിപ്പിക്കുകയോ ചെയ്തതായിട്ട് യാതൊരു തെളിവുമില്ല എന്ന് ആർക്കിയോളജിസ്റ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം അത് ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ക്ലെയിം നടത്തുന്നത്. In early excavations at Mohenjo-daro, some skeletons were found. ഇതാണ് ഈ സർ മോർട്ടിമർ വീലർ ആണ് ഇദ്ദേഹത്തിന്റെ ഗുരു ബിബി ലാലിന്റെ. ഈ മോർട്ടിമർ വീലർ ഈ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ചില അസ്ഥികൂടങ്ങൾ കണ്ടപ്പോൾ ഇത് ആര്യര് വന്ന് കൊന്നതാണെന്ന അനുമാനത്തിൽ എത്തിച്ചേരാണ്. പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കിട്ടിയ അസ്ഥികൂടങ്ങളെല്ലാം വേറെ വ്യത്യസ്തമായ സ്റ്റാറ്റിഗ്രാഫിക് ലെവലിലായിരുന്നു. സ്റ്റാറ്റിഗ്രാഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ലെവലുകളിലായിരുന്നു. ഇപ്പോ ആദ്യം കിട്ടിയ അസ്ഥികൂടം ഈ ഇന്നത്തെ ഫ്ലോർ ലെവലിൽ നിന്ന് 1 മീറ്റർ താഴെയാണ് വിചാരിക്കും. രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ അസ്ഥികൂടം ചിലപ്പോൾ അതിലും താഴെ ആയിരിക്കും. ഓൺ ആൻ ആവറേജ് ഒരു ഈ മഡ് ഡെപ്പോസിഷൻ റേറ്റ് നോക്കി പോവുകയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 കൊല്ലത്തിന് പുറകോട്ട് എന്ന് നല്ല നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. 4 മീറ്റർ താഴെ പോയിട്ടുള്ള എക്സ്കവേറ്റ് ചെയ്ത് വരുന്ന സാധനം പൊതുവെ അത് 2 മീറ്റർ താഴെയുള്ള ഉള്ളത് അഥവാ 300 BC എന്ന ഡേറ്റ് തന്നാൽ 4 മീറ്റർ താഴെ പോകുന്നത് ഒബ്വിയസ്ലി അത് 2500-3000 BC-യിലുള്ള സംഭവം ആയിരിക്കും ഊഹിക്കാൻ കഴിയും. പക്ഷെ അത് നമുക്ക് ഇന്ന് ശാസ്ത്രം അതിന്റെ ഡേറ്റ് കണ്ടെത്താൻ പ്രാപ്തവുമാണ്. പിന്നെ ഈ ഹാരപ്പൻ സൈറ്റ്സിലും ഇന്ന് സരസ്വതി നദീതടത്തിലുള്ള സൈറ്റുകളിലും യാതൊരു തെളിവുമില്ല ഇങ്ങനെ ഒരു ആര്യൻവേഷൻ നടന്നു എന്ന് പറയാനായിട്ട്. ഇതാണ് ഇന്ന് നിലവിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടെത്തിയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്, ആർക്കിയോളജി സൈറ്റ്. അതിലുള്ള ചിലതാണ് ഇതെല്ലാം. ഇതില് ഈ ഈസ്റ്റേൺ സൈഡിലുള്ള ഇതുണ്ടല്ലോ സൈറ്റുകൾക്ക് സ്പെഷ്യൽ റെലവൻസ് ഉണ്ട്. അതായത് ഗാൻജറ്റിക് പ്ലെയിനിൽ, ഈ ഗംഗാട പ്ലെയിനിലുള്ള സൈറ്റുകളിൽ ലഹുരദേവ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജുസി എന്ന് പറഞ്ഞ സ്ഥലം, ലഹുരദേവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലഹുരദേവയില് 6200 BC-യിലുള്ള കൾട്ടിവേറ്റഡ് ഒറീസ സത്തേവ, കൾട്ടിവേറ്റഡ് റൈസ് സാമ്പിൾസ് കണ്ടെത്തി. അതായത് 7000-8000 വർഷം മുമ്പ് ഇന്ത്യയിൽ നമ്മൾ അരി കൃഷി ചെയ്തിരുന്നു എന്ന് തെളിയിച്ച ഏതാനും സൈറ്റുകളിൽ പെട്ടതാണ് ഈ ലഹുരദേവ, ഇംലിഡി എന്ന് പറഞ്ഞ സൈറ്റ്. അതുപോലെ ജുസി 7600 BC-യിലുള്ള ഒരു സൈറ്റാണ്. ഈ ജുസിയുടെ പ്രത്യേകത പറഞ്ഞാൽ അലഹബാദിലാണ് ജുസി. ഈ ജുസി എന്ന സൈറ്റിന്റെ പഴയ പേര് പ്രതിഷ്ഠാൻപുരം എന്നായിരുന്നു. ഈ പ്രതിഷ്ഠാൻപുരത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഉർവശിയും പുരുരോസിന്റെയും കഥയെ പറ്റി ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിഷ്ഠാൻപുരത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഉർവശിയും പുരുരോസും തമ്മിൽ പ്രേമത്തിലായി, 2 കുട്ടികളുണ്ടായി, ആയു അമാവാസുവും. ആയു റിമെയിൻഡ് ദേർ ആൻഡ് അമാവാസു വെന്റ് ടു ഗാന്ധാരം. ഗാന്ധാരവാദി അമാവാസു പോയി എന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. ഈ ആയുവിന്റെ പരമ്പരപ്പെട്ടവരാണ് യയാതി, നഹുഷൻ ഇങ്ങനെയുള്ളവരെല്ലാം. അതിനുശേഷം പുരു, യദു, തുർവസു, അണുദ്രുഹു. ഈ 5 ചന്ദ്രവംശി രാജാക്കന്മാര് ഇവരുടെ പരമ്പരയിൽ വന്നിട്ടുള്ളതാണ്. പുരു, യദു, തുർവസു, അണുദ്രുഹു. ഈ 5 പേരും. ഈ പുരുവിനെ പറ്റി നമുക്കറിയാം, പുരു യങ്ങർ സണ്ണായിരുന്നു. പക്ഷേ ഈ യയാതിരെ വാർദ്ധക്യം ഏറ്റെടുത്തതിനാൽ അദ്ദേഹത്തെ രാജാവാക്കി വാഴിക്കണം. പിന്നീട് ഈ പുരുവിന്റെ പരമ്പരപ്പെട്ടവരാണ് ഭരതര്. പുരുവിന്റെ പരമ്പരയിൽപ്പെട്ട ഈ ഭരതവംശികളെ പറ്റി മാത്രമാണ് ഋഗ്വേദത്തിൽ ആര്യരെന്ന് വിളിച്ചിട്ടുള്ളൂ. ഭരതവംശികളെ മാത്രം. മറ്റുള്ള ആര്യരെന്ന് വിളിക്കില്ല, ആര്യപുത്ര എന്ന് വിളിക്കില്ല. പുരുക്കളെ വരെ, മറ്റുള്ള പുരു വംശത്തിൽപ്പെട്ടവരെ തന്നെ ഇത് വിളിക്കുന്നില്ല. യദുവിനെ വിളിക്കുന്നില്ല, തുർവസുവിനെ വിളിക്കില്ല, അണുവിനെ വിളിക്കുന്നില്ല, അണുദ്രുഹുവിനെ വിളിക്കുന്നില്ല. ഇത് ഈ ക്ലെയിം നടത്തുന്നത് ശ്രീകാന്ത് തളയേരിയാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി വിശകലനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അവൈലബിൾ ആണ്, ഋഗ്വേദ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ക്ലെയിംസ്,
ഈ ഹാരപ്പൻ സിവിലൈസേഷൻ വേദിക് അല്ല എന്ന് പറയാൻ വേണ്ടി ഈ ആര്യൻ ഇൻവേഷൻ തിയറിസ് പറയുന്ന ചില വാദങ്ങൾ നമുക്ക് നോക്കാം. വേദിക് ആളുകൾ, ഈ വേദിക് പീപ്പിൾ വെർ നൊമാഡ്സ്, അതായത് അവര് ജിപ്സികളെ പോലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടരായിരുന്നു എന്ന് ഒരു ക്ലെയിം ഉണ്ട്. അവർ കറങ്ങി നടക്കുന്ന എവിടെയും സെറ്റിൽ ആവാത്തൊരു കൂട്ടരായിരുന്നു എന്നാണ് ഒരു ക്ലെയിം. രണ്ടാമത്തത്, ഇവർക്ക് കുതിരയെ പറ്റി അറിയാം, ഹാരപ്പൻസിന് കുതിരയെ പറ്റി ഒരു വിവരവുമില്ലാന്ന്. അത് വേദിക് ആൾക്കാർ കുതിരയും തേരും ഒക്കെ ഉപയോഗിച്ചിരുന്ന കൂട്ടരാണ്. ഹാരപ്പൻ സൈറ്റുകളിൽ എവിടെയും കുതിരയുടെ അവശിഷ്ടങ്ങളില്ല, അപ്പൊ അതുകൊണ്ട് ഇവരല്ല അത് എന്നൊരു വാദം. പിന്നെ മൂന്നാമത്തത്, അവർക്ക് അരമുള്ള ചക്രങ്ങൾ, സ്പോക്ഡ് വീൽ, അതിനെപ്പറ്റി വിവരം ഉണ്ടായിരുന്നു. ഇതൊരു അനുമാനമാണ് കേട്ടോ. ഇത് സ്പോക്ഡ് വീൽ എന്നുള്ളത് ഈ മൈക്കൽ വിച്ചലിന്റെ ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്പോക്ഡ് വീലിനെ പറ്റി അറിയാം എന്നുള്ള വാദം വരുന്നത്. ഹാരപ്പൻസിന് ഇതിനെപ്പറ്റി വിവരമില്ലെന്നാണ് ഒരു ക്ലെയിം. ഇനി അത് ശരിയാണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഈ 3 വാദങ്ങളും തെറ്റാണെന്ന് ബി ബി ലാൽ തെളിയിച്ചു. അതായത് വളരെ കാലമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് സിവിലൈസേഷനെ പറ്റി വേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ബി ബി ലാലിന്റെ എക്സ്കവേഷൻസും അതിനുശേഷമുള്ള ആർ എസ് ശർമ്മ, അങ്ങനെ ഒരുപാട് ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ വസന്ത് ഷിൻഡെ, ഈ രാഖിഗർഹിയിലെ ഈ ആർക്കിയോളജിസ്റ്റ് ആണ് വസന്ത് ഷിൻഡെ. ആ വസന്ത് ഷിൻഡെയുടെ കണ്ടെത്തലുകൾ ഞാനിതിൽ ഈ പ്രസന്റേഷനിൽ ആഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അപ്ഡേറ്റ് പിന്നീട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ജനറ്റിക്കൽ സ്റ്റഡീസിനെ പറ്റിയിട്ട് ഞാൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാരണം നീരജ് റായ് എന്ന് പറഞ്ഞൊരു ജനറ്റിസിസ്റ്റ് ഉണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിന്റെ സ്റ്റഡീസും കൂടി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് പൂർണ്ണമാവുള്ളൂ. പക്ഷെ നമ്മൾ തുടക്കം എന്നുള്ള സ്ഥിതിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ കലിബംഗാൻ എന്ന സൈറ്റ് രാജസ്ഥാനിലെ ഈ സരസ്വതി നദിക്കരയിലുള്ള ഒരു സൈറ്റാണ്. ഇപ്പൊ അത് വറ്റിപ്പോയി സരസ്വതി. ഇന്നത് നിലവിലില്ല. പെരന്യൽ റിവർ അല്ലായിരുന്നു. കാരണം ആദ്യം അത് ഗ്ലേഷ്യൽ ഫ്ലഡ് ആയിരുന്നു. പിന്നീട് ഈ സാർസ്വതി എന്ന പേരുള്ള ഒരു നദിയുണ്ട്. ആ നദി വഴിതിരിഞ്ഞു പോയി യമുനയിൽ ചേർന്നു. അതോടെ ഈ സരസ്വതി ഡ്രൈ ആവുക ചെയ്ത്. ഏകദേശം 4000 വർഷം മുമ്പ് 1900 BC അല്ലെങ്കിൽ 2000 BC ആ പീരീഡ്, ആ കാലഘട്ടത്തിൽ ഇത് വറ്റിപ്പോയി എന്നാണ് ജോഗ്രഫിക്കൽ സ്റ്റഡി പറയുന്നത്. ഇത് പെരന്യൽ റിവർ ആയിരുന്നു. ഏകദേശം 8000-10000 വർഷം മുമ്പായിരുന്നു ഈ സരസ്വതിയെ പറ്റി ഋഗ്വേദത്തിൽ 66 റെഫറൻസ് ഉണ്ട്. 66 റെഫറൻസസ് ആൻഡ് 9 മണ്ഡലങ്ങളിൽ സരസ്വതിയെ പറ്റി പറയുന്നുണ്ട്. സരസ്വതി നദിയെ അംബിതമേ നദീതമേ എന്നാണ് വിളിക്കുന്നത് ഋഗ്വേദത്തില്. അതായത് അമ്മയെ പോലെയാണ് വിളിക്കുന്നത്. അമ്മമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായവളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് അവര് സരസ്വതിനെ ഇത് നദിസ്തുതിയിൽ വിളിക്കുന്നത്. ഈ സരസ്വതി നദിയോടത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റിയിട്ടും ഈ ഭരതവംശത്തിൽപ്പെട്ട 10ഓളം രാജാക്കന്മാരുടെ പേര് പല മണ്ഡലങ്ങളായി പരാമർശമുണ്ട്. അപ്പൊ അത് ഒരു സെറ്റിൽഡ് ലൈഫിനെ പറ്റി ഈ ഋഗ്വേദം പറയുന്നതിനുള്ള ഒന്നാമത്തെ തെളിവ് തന്നെ ഇതാണല്ലോ. അതായത് ഈ രാജാക്കന്മാരുണ്ടായിരുന്നു, അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഈ നദിയുടെ കരയിൽ അവർ ഇത്രകാലം ജീവിച്ചിരുന്നു, ഇവരുടെ പരമ്പരയപ്പെട്ട ഒരുപാട് പേരുടെ പേര് പറയുമ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതിന് മനസ്സിലാക്കാവുന്നത് എന്താ വെച്ചാൽ ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. 10 പരമ്പര എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് 20 വർഷം അല്ലെങ്കിൽ 25 വർഷം ഒരു രാജാവിന്റെ വെച്ചാൽ 250 വർഷത്തിന് മുകളിലുള്ള ലൈഫ് അവിടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ രാജാക്കന്മാരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരായിട്ട് ബന്ധമില്ല. ചിലപ്പോ ഈ ദേവസ്രവസിന്റെ പിതാമഹനായിരിക്കാം ദേവവാത, പിതാമഹ എന്ന് പറയില്ല. പ്രദർദനൻ കാശിയിലെ രാജാവായിരുന്നു. ഈ പ്രദർദനന്റെ നേരെ അച്ഛനെയോ മകനെയോ അല്ലെങ്കിൽ മുത്തച്ഛനെയോ പറ്റിയിട്ടുള്ള പറയുന്നത്. പ്രദർദനന്റെ പരമ്പരയിൽ വളരെ മുൻപുണ്ടായിരുന്ന ഒരു രാജാവിന്റെ പേര് പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ അത് ക്രോണോളജിക്കലി ഒറ്റയടിക്ക് അച്ഛൻ മകൻ എന്നുള്ള നിലയിലല്ല പറയുന്നത്. പല പല രാജാക്കന്മാർ പല കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മില്ലേനിയംസ് ഓഫ് എക്സിസ്റ്റൻസ് ആണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ഋഗ്വേദത്തിലെ ചില വേഴ്സസ്, ഇത് ബി ബി ലാൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള ചില വേഴ്സസിനെയാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഇതിൽ ഇനി നമുക്ക് ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ ഋഗ്വേദത്തിലെ പ്രൂഫുകളെ നമ്മൾ വെറും അത് മാത്രം അനലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രം വേണമെങ്കിൽ ഒരു പ്രസന്റേഷൻ ആക്കാം. 10-100 സ്ലൈഡ് ഉള്ളത്. ഇതിൽ പറയുന്നത് ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ 101ാം ഈ ഇതില് സൂക്തത്തിലെ 8ാമത്തെ ശ്ലോകം. ഇത് ഇംഗ്ലീഷിൽ മറ്റേ ഗ്രിഫിത്തിന്റെ ട്രാൻസ്ലേഷന്റെ ബേസിസിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. Stitch the cords of armor wide and many, make metal forts secure from all assailants. അതായത് ലോഹത്തിന്റെ കോട്ടകൾ നിർമ്മിച്ച് അതിനുള്ളിൽ ജീവിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് കോട്ട എന്ന അതുപോലെ ഫോർട്ടിഫൈഡ് സിറ്റികൾ ഇന്ന് സിന്ധു നദീതടത്തിലുള്ള കലിബംഗാനായാലും ധോലവീരയായാലും രാഖിഗർ എല്ലാം ഫോർട്ടിഫൈഡ് സിറ്റീസ് ആണ്. 1 മീറ്ററോളം വീതിയുള്ള ചുമരുകളുള്ള സിറ്റീസ് ആണ്. ഫോർട്ടിഫൈഡ് സിറ്റീസിനെ പറ്റി ഋഗ്വേദത്തിന് അറിവില്ല എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കും. 10ാം മണ്ഡലത്തിൽ 101ാം ഇത് സൂക്തത്തിൽ അത് പറയുന്നുണ്ട്. അതുപോലെ ഇവര് കച്ചവടത്തിനായി ഈ അന്യദേശങ്ങളിലേക്ക് പോയിരുന്നു, കടൽ കടന്നു എന്നുള്ളതിന് തെളിവുണ്ട്. 7ാം മണ്ഡലത്തിൽ കാണാം നമുക്ക്.
അല്ല 7ാം മണ്ഡലത്തിൽ ഇതും ഒരു മെറ്റൽ ഫോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇനി വരുന്നത് നമുക്ക് 9ാം മണ്ഡലത്തിൽ പറയുന്നുണ്ട് സോമ ഫോർ സീസ് ഫീൽഡ് വിത്ത് 1000 ഫോൾഡ് റിച്ചസ്. ഇത് കച്ചവടത്തിന് പോകുന്ന ഒരു ഗ്രൂപ്പ് ഈ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ സോമപാമാനെ അവര് ഇത് ചെയ്യാണ്, എന്താ വാഴ്ത്താണ്, ഞങ്ങൾക്ക് ഇത്ര മൾട്ടിഫോൾഡ് തിരിച്ചു കിട്ടാനുള്ള ഇത് ചെയ്യണ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് വിചാരിച്ചു. അതുപോലെ പൊളിറ്റിക്കലി, ഞാനിപ്പോ നേരെ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞ പോലെ പൊളിറ്റിക്കലി ദ വേദിക് പീപ്പിൾ ഹാഡ് സഭാസ് ആൻഡ് സമിതീസ് ആൻഡ് ഈവൻ ഹൈറാർക്കി ഓഫ് റൂളേഴ്സ്. സമ്രാട്ട്, രാജൻ, രാജകാസ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. സമ്രാട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, സമ്രാട്ട് വിക്രമാദിത്യ. അപ്പൊ സമ്രാട്ട് എന്ന് പറഞ്ഞാൽ രാജസൂയ നടത്തിയാൽ രാജാവും, സമ്രാട്ട് ആണെങ്കിൽ എന്ത് നടത്തണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട് ഋഗ്വേദത്തിൽ. അപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രാജഭരണത്തിന്റെയും അതിന്റെ കീഴിലുള്ള അഡ്മിനിസ്ട്രേഷനെ പറ്റിയും ആ രാജ്യത്തുള്ള ആ സ്ഥലത്ത് സരസ്വതി നദിയുടെ വളരെ വർഷങ്ങളായുള്ള പ്രസൻസിനെ പറ്റിയും ഋഗ്വേദം പലതവണ പറയുന്നുണ്ട്, പല നിലയിൽ പറയുന്നുണ്ട്. By offering രാജസൂയ രാജ, വാജ്പേയം ചെയ്യുന്ന ആള് സമ്രാട്ടായി, അത് ചെയ്യുന്ന ആള് ചക്രവർത്തിയാവും എന്നാണ് സങ്കല്പം. അതാണ് പറയുന്നതിൽ. രാജ ഈ ഹൈറിയാർക്കിയിൽ രാജ താഴെയും സമ്രാട്ട് ഉയർന്നതുമാണെന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന എന്താ, ഇതെന്നെല്ലാം നമുക്ക് എന്താ അനുമാനിക്കേണ്ടത്? ഇവരൊന്നും നോമാഡ്സ് ഒന്നും ആയിരുന്നില്ല, കറങ്ങി തിരിഞ്ഞ് അലഞ്ഞു നടന്നിരുന്ന കുറച്ച് അലവലാദികൾ എവിടെ ഇരുന്ന് എന്തോ ലഹരി കഴിച്ച് എഴുതിണ്ടാക്കിയ ഒരു ട്രക്ടീസ് അല്ല ഋഗ്വേദം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഹോസ് ബോൺസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എക്സ്കവേഷനിൽ മോഹൻജോദാരോട്. പിന്നീട് ലോത്തൽ, സുർക്കോട്ടാട, കലിബംഗാട് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഹോഴ്സ് ബോൺസ് കിട്ടി. സുർക്കോട്ടാടയിലെ ഹോഴ്സ് ബോൺ വെച്ച് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഹിസ്റ്റോറിയൻസ് അതിനെതിരെ ഭയങ്കര ഡിബേറ്റ് ഒക്കെ ചെയ്തു. ഈ ഹോഴ്സ് ബോണിനെ സാന്തോർ ബൊക്കോണി എന്ന് പേരുള്ള ഒരു ഹോർസ് സ്പെഷ്യലിസ്റ്റിന് അയച്ചു കൊടുത്ത് അദ്ദേഹം അത് കുതിരയുടെ ബോണാണെന്ന് ഈ അഷോർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. എന്നാലും നമ്മുടെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഇല്ല കുതിരയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, മറ്റേ പിന്നെ വെസ്റ്റേൺ സ്കോളേഴ്സും. പിന്നെ സ്പോക്ക് വീൽ, അരമുള്ള ചക്രങ്ങളെ പറ്റിയിട്ട് നോക്കാച്ചെങ്കിൽ ഈ ടോയ്സ്, ഒരുപാട് ടോയ്സ് നമ്മൾ ഋഗ്വേദിക് അല്ലെ മറ്റേ ഇവിടുന്ന് സൈറ്റുകൾ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐ മീൻ ഹാരപ്പൻ സൈറ്റ്സ് അല്ലെങ്കിൽ മോഹൻജോദാര, ഹാരപ്പ ആ സൈറ്റുകൾ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതില് ഈ കളിമണ്ണിന്റെ ടെറാക്കോട്ട ടോയ്സ് ഉണ്ട്, ഈ ഇതിന്റെ എന്താ കുതിരവണ്ടികളുടെ ഒക്കെ. അതിൽ തന്നെ ചക്രത്തിന്റെ മുകളിൽ വരയിട്ടിട്ട് സ്പോക്ക് വീലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ അവര് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പോക്ക് വീല് ഹാരപ്പൻസിന് അറിയാത്ത കാര്യമൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് സനോലി ബാഗ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മുടെ ഹരിയാനയിലാണ് ഈ ബാഗ്പട്ട്. ബാഗ്പട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാഗ്പട്ടിന്റെ ഒറിജിനൽ പേര് വ്യാഘ്രപ്രസ്ഥം എന്നാണ്. വ്യാഘ്രപ്രസ്ഥം, ഈ വ്യാഘ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഈ ചൂതുകളിക്ക് മുമ്പ് പാണ്ഡവരും കൗരവരും കൂടി ചൂതുകളിക്ക് മുമ്പ് അവർ തമ്മിൽ ഒരു സന്ധി സംഭാഷണം നടത്തി പരസ്പരം ഭാഗം വെച്ച് ഒരു 5 ജനപദങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത്. ഗ്രാമങ്ങളിൽ എന്നാണ് പറയുന്നത്. 5 ഗ്രാമങ്ങൾ കൊടുത്തുള്ള ഏതൊക്കെയാന്ന് വെച്ചാൽ ഇന്ദ്രപ്രസ്ഥം, തിലപ്രസ്ഥം, പാനിപ്രസ്ഥം, സോനപ്രസ്ഥം, വ്യാഘ്രപ്രസ്ഥം എന്നീ 5 ഗ്രാമങ്ങളാണ് കൊടുക്കുന്നത്. ഇതെല്ലാം പാണ്ഡവർ സ്വന്തം അധ്വാനത്താൽ നന്നാക്കി വളരെ അധ്വാനത്താൽ അവരതെല്ലാം പോഷിപ്പിച്ച് വളരെ നല്ല നിലയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി മറ്റേ ഇന്ദ്രപ്രസ്ഥം കാണാൻ വേണ്ടി ഈ കൗരവര് പോകുന്നതിനെ പറ്റി കുഞ്ചതമ്പ്യാർ ഒരു പദ്യം പോലും ഉണ്ട്. അപ്പൊ അത്രയ്ക്ക് അവർ അധ്വാനിച്ച് അതെല്ലാം ഡെവലപ്പ് ആക്കിയിരുന്നു. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ഈ ബാഗ്പട്ട്. ബാഗ്പട്ടിൽ ഏകദേശം 300ഓളം ചാരിയറ്റ് ബറിയൽ സൈറ്റ്സ്, അതായത് വീരന്മാരായ യോദ്ധാക്കൾ മരിക്കുമ്പോൾ അവര് ഉപയോഗിച്ചിരുന്ന രഥങ്ങളും അവരുടെ ആയുധങ്ങളും അവരുടെ ഈ ഗ്രേവില് കൊണ്ടുപോയി അടക്കം ചെയ്യുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. അതുപോലെ ചാരിയറ്റ് ബറിയൽ സൈറ്റ്സ് കണ്ടെത്തി ഈ സനോലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ 300 എണ്ണത്തിൽ ബാക്കിയുള്ള എല്ലാം തകർന്നു പോയെങ്കിലും 3 ചാരിയറ്റ്സിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ജുൾ എന്ന് പറഞ്ഞ ഒരു ഇയാളാണ് ഇത് ചെയ്യുന്നത്, SK മഞ്ജുൾ. ഇത് ചില ആർട്ടിഫാക്ട്സിന്റെ ചിത്രങ്ങളാണ് നമ്മുടെ ഇതിലെ ആർക്കിയോളജി സൈറ്റ്സ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ഇത് സുർക്കോട്ടാടയിൽ കണ്ടെത്തിയിട്ടുള്ള കുതിരയുടെ ബോണാണിത്. ഇത് സ്പോക്ഡ് വീലാണ്. സുർക്കോട്ടയിൽ കണ്ടെത്തിയിട്ടുള്ള കുതിരയുടെ ബോണാണ്. അത് ഈവൻ ടോഡ് അങ്കുലേറ്റ്. ഇതിന്
ഈ ഇതിന്റെ കാലിലെ കുളമ്പിന് പിളർപ്പുണ്ടാവില്ല, ഒറ്റ കുളമ്പായിരിക്കും. ഇത് കഴുതയായിരിക്കും അല്ലെങ്കിൽ ഓനേജറായിരിക്കും എന്നുള്ള വാദം വന്നെങ്കിലും ഇത് സാന്തോർ ബൊക്കോണി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇത് കുതിരയുടെയാണെന്ന്. പിന്നെ കുതിരയുടെ ഷേപ്പുള്ള ഒരുപാട് ടോയ്സ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുതിര അവർക്ക് അന്യമൊന്നും ആയിരുന്നില്ല, കുതിരയെ പറ്റി അവർക്ക് അറിവുണ്ട്. ഇത് കുതിരയെ ടൈം ചെയ്തിട്ടുള്ള ആൾക്കാർ പണ്ട് മുതലേ ഉണ്ട്. അത് ഈ സാന്തോർ ബൊക്കോണി കണ്ടെത്തിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുതിരയുടെ മോളാർ ബോൺ ഈ ജീനി കടിച്ച് മറ്റേ മുഖത്ത് ഒരു ഹാർനസ് ഇടുമ്പോ ആ ഉള്ളില് കൂടെ കെട്ടുമ്പോ ജീനി കടിച്ച് മോളാർ ബോണിന് വന്ന തേയ്മാനം കണ്ടെത്തിയിട്ടാണ് ഇത് വളർത്തുന്ന. നമ്മൾ ഡൊമസ്റ്റിക്കേറ്റഡ് കുതിരയാണെന്ന് മനസ്സിലാക്കണം. അത് ഡൊമസ്റ്റിക്കേറ്റഡ് കുതിരയായിരുന്നു എന്ന് സാന്തോർ ബൊക്കോണി ഇത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോക്ക് ആരമുള്ള ചക്രങ്ങൾ നമ്മുടെ ഈ ബൈക്കിന്റെ ഒക്കെ ചക്രം പോലെയാണ്. ഇതാണ് സ്പോക്ഡ് വീൽ. ഇതുകൊണ്ട് വരകൾ കാണാണ്ടല്ലോ. ഇത് ടോയ് ആണ്, പക്ഷെ സ്പോക്ഡ് വീലിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പോക്ഡ് വീലിനെ പറ്റി നമുക്ക് വിവരം ഉണ്ടായിരുന്നു വേണം മനസ്സിലാക്കാൻ. മൈക്രോ മോഡലാണ്. ഇതാണ് സനോലിയിലെ കണ്ടെത്തിയ ചാരിയറ്റ്. 2000 BC, 2000 മുതൽ 2100 BC എന്ന കാലം, അതായത് ഇന്നേക്ക് 4000 വർഷം മുൻപ് നമ്മുടെ ഇവിടെ രഥമുണ്ടായിരുന്നു. അപ്പൊ 1500 BC വന്ന അത് ഈ രഥം ഈ 2000 BC ഉണ്ടെങ്കിൽ ഇതിന് 500 വർഷത്തിന് ശേഷമാണ് ആര്യർ വന്നു എന്ന് അവർ ക്ലെയിം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ 300 വർഷത്തിന് ശേഷം അവർക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും രഥം? നമുക്ക് ഓൾറെഡി വി ന്യൂ ദാറ്റ് ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ ഒരിക്കലും അത് വന്നതല്ല. ചാരിയറ്റ് ബറിയൽ സൈറ്റിലുള്ള സംഭവമാണ് ഇത്. സനോലി ബാഗ്പട്ട് എന്ന് പറഞ്ഞ വില്ലേജിൽ, ബാഗ്പട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സനോലി എന്ന വില്ലേജിൽ കണ്ടെത്തിയതാണ്. 300ഓളം ചാരിയറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 3 അവർ നന്നായി റിക്കവർ ചെയ്തു, ബാക്കിയെല്ലാം കുറച്ച് ക്രഷ്ഡ് ആയി പോയി. ബിഫോർ ക്രൈസ്റ്റ് 2000 കൊല്ലം ബിഫോർ ക്രൈസ്റ്റ്. 4000 ഇന്നേക്ക് 4000 വർഷം മുമ്പ് ആണ് ഇതുള്ളത്. And Aryan invasion theory tells that it is 1500 BC. അത് ഇന്നേക്ക് 3500 വർഷം മുമ്പാണ് ആര്യർ വന്നതെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതിന് 500 വർഷം മുമ്പ് ഇവിടെ രഥം ഉണ്ടെന്ന് തെളിഞ്ഞു. ഇത് ജോർജിയയില് സിമിലർ ടൈമില് ജോർജിയ റഷ്യയില് ഉണ്ടായിരുന്ന ഒരു ചാരിയറ്റ് ബറിയൽ സൈറ്റ് ആണ്. പക്ഷെ ഈ രഥങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ അരമുള്ള ചക്രമല്ല ഇത്. ഇതൊക്കെ ഈ രഥത്തിലെ ചക്രം എന്ന് പറഞ്ഞാൽ സോളിഡ് ചക്രമാണ്. അതിൽ അരങ്ങളില്ല. ഈ മരത്തിന്റെ കട്ട ചക്രം പോലെ വെച്ചിട്ടാണ് അത് ഇതിന്റെ എല്ലാം ചക്രങ്ങൾ. പക്ഷെ അതിന്റെ മുകളിൽ കോപ്പർ സ്ട്രിപ്പുകളും അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഈ റീൻഫോഴ്സ്മെന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ ചക്രത്തിന്റെ ഇത് കാണാനല്ലോ ഇവിടെ ഞാൻ കഴ്സർ വെച്ച് കാണി. ഇത് വീലാണ്. ജോർജിയയിലും ഈ അരമുള്ള ചക്രമല്ല, അരമില്ല. ഈ ചക്രങ്ങൾ ഇവിടെ കാണാം നമുക്ക്. പലക വെച്ചുള്ള ചക്രങ്ങളാണ്. വട്ടത്തിലായിരിക്കുന്നു മാത്രം, പക്ഷെ അരങ്ങളൊന്നും ഇല്ല. അപ്പൊ കുതിരയ്ക്ക് അത് ഓടിക്കുമ്പോൾ കൂടുതൽ ഭാരം അനുഭവപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ബിബിലാൽ പറയുന്ന മറ്റു പല കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ നമ്മുടെ സിന്ധു സംസ്കാരം അന്യമല്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്നും തുടരുന്നതാണ് എന്ന് മറ്റൊരു സംസ്കാരം ഇവിടെ വന്നിട്ടില്ല, ഇത് തന്നെയാണ് തുടർന്നു പോയത് എന്ന് ബിബിലാൽ പറയാനുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ദ അപ്ലിക്കേഷൻ ഓഫ് വെർമിലിൻ, because of various reasons, as breakup of external trade, drastic climate changes and drying up of Saraswati, ഇതാണ് ഏറ്റവും വലിയ കാരണം. നദികൾ വറ്റി പോകുമ്പോൾ അവർക്ക് ജലസ്രോതസ് ഇല്ലാണ്ടാവും, കൃഷിക്ക് വഴിയില്ലാതെയാവും. അങ്ങനെ അവർ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ, അത് ബിബിലാലിന്റെ ഒരു ബുക്ക് ഉണ്ട്, സരസ്വതി ഫ്ലോസ് ഓൺ ദ കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഞാൻ 3 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ല. ആമസോണിലൊന്നും കിട്ടുന്നില്ല. അത് ആർക്കെങ്കിലും വാങ്ങാൻ സാധിക്കാച്ച വളരെ നന്നായിരിക്കും. അതില് ഈ കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ കൾച്ചറെ പറ്റി സരസ്വതി ഫ്ലോസ് ഓൺ ദ കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, അത് കുറച്ച് കെയർഫുൾ ആവും. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് എനിക്ക് വേറെ ബുക്ക് തന്നവര്. ഞാൻ പേര് ചാറ്റിലിടാം. ഓഥറിന്റെ പേരും കൂടി. ബ്രജ്ബാസി ലാൽ. ഓക്കെ, ബിബി. എല്ലാവർക്കും ഉണ്ട്. famously known as Bilal. Aryan Books International publisher.
So now I am continuing. ഇതെല്ലാം ദീസ് ആർ സർട്ടൻ ആർട്ടിഫാക്ട്സ്. ഇതൊക്കെ നമ്മുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷന് കിട്ടിയിട്ടുള്ള ചില ആർട്ടിഫാക്ട്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഡോൾ ഉണ്ടല്ലോ, ഈ ഡോളിന്റെ നെറ്റിയുടെ ഭാഗത്ത് നോക്കുക, അവിടെ ഒരു സീമന്തരേഖ ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ ഡിഫറെന്റ് കളറിൽ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവാറുണ്ട് എന്നാണ് ശ്രീ ബി പി ലാൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്ക് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ താഴെ കാണുന്ന ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടമിൽ കാണുന്നത് ദിസ് ഈസ് വെർമിലിയൻ, സിന്ദൂരം. അപ്പൊ സിന്ദൂരം തൊടുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ട്. ഇത് 2600 ബി സിയിലൊക്കെ, അതായത് 4600 3000 ബി സി, അതായത് 5000 വർഷം മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണിത്. അത് ഇന്നും നമ്മൾ തുടരുന്നു. പിന്നെ ഈ ലിംഗ വർഷിപ്പ്, ലിംഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഒരു സിമ്പിൾ എന്നേ അർത്ഥമുള്ളൂ. സ്ത്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ഈസ് എ സ്ത്രീ, ദാറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ഈസ് എ പുരുഷൻ എന്നാണ് അർത്ഥമുള്ളൂ. ഇന്ന് അതിനെ വേറൊരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ താറടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് ശിവലിംഗ ആരാധന ഉണ്ടായിരുന്നു പണ്ട്. ദർ ഇസ് എ കൾട്ട് വിച്ച് യൂസ് ടു വർഷിപ്പ് ശിവ ഇൻ ലിംഗ ഫോം. ഈ ഫോമിൽ ആരാധിക്കുന്ന സിസ്റ്റം അന്നുണ്ടായിരുന്നു. പിന്നെ ഹഠയോഗ പോസ്റ്റർ പറഞ്ഞ ഒരു പ്രോട്ടോ ശിവ എന്ന് പറഞ്ഞ ഒരു സീല് കിട്ടിയിട്ടുണ്ട്. ഹഠയോഗ പോസ്റ്ററിലിരിക്കുന്ന ഒരു യോഗിയുടെ പോലെ. അതിനെ ശിവന്റെ പൂർവ്വരൂപം എന്നുള്ള നെല്ലാണ് പറയുന്നത്. അത് പശുപതി സീലാണ്. ഒരുപാട് മൃഗങ്ങളുടെ ചിത്രമുണ്ട് കൂടെ. ഇത് 2650 ബി സിയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ പ്രോട്ടോശിവ എന്ന് അടിച്ച് സീൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഗൂഗിളിൽ കണ്ടെത്താൻ സാധിക്കും. പിന്നെ ഇത് യോഗ പോസ്റ്റേഴ്സ് ആണ്. ഇത് ഇങ്ങനത്തെ ഡോൾസ്, അതായത് ചെറിയ ക്ലേ മോഡൽസ് ഇത് ഇവിടുന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സൈറ്റുകളിൽ നിന്ന്, ഹാരപ്പയിൽ മോഹൻജോദാരോ എന്നെല്ലാം. പിന്നെ ബാംഗിൾസ്, വളകൾ യൂസ് ചെയ്തിരുന്നു അവിടുത്തെ പണ്ടത്തെ സ്ത്രീകൾ. പിന്നെ ഇതൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ചെരാതുകൾ, ലിപ്ഡ് ലാമ്പ്, അത് മറ്റേ മണ്ണിന്റെ ചെരാതുകൾ അന്ന് ഹാരപ്പയിലും യൂസ് ചെയ്തിരുന്നവര്. പിന്നെ ഇത് മദർ ഗോഡസ് ഫിഗേഴ്സ് ആണ്. ഇന്ന് നമ്മുടെ ലക്ഷ്മി വിളക്കുണ്ട്. ഏകദേശം ലക്ഷ്മി വിളക്കിന്റെ സിമിലർ ആയിട്ടുള്ള ഈ ദീപലക്ഷ്മിനെയൊക്കെ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ദീപലക്ഷ്മി ടൈപ്പ് ഐഡൽസിനെ, ദീപലക്ഷ്മിനെ കണ്ടെത്തിയിട്ടില്ല, ദീപലക്ഷ്മി ടൈപ്പ് ഐഡൽസിനെ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണിക്കുന്നത് ഒരു അഗ്നികുണ്ടാണ്. കലിബംഗാൻ എന്ന് പറഞ്ഞ സൈറ്റിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു അഗ്നികുണ്ഡം. അയ്യോ, ഈ മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പിൽ കാണുന്നത് ഒരു ഫയർ ആൾട്ടാർ ആണ്, അഗ്നികുണ്ഡം ആണിത്. പിന്നെ അന്ന് ഉപയോഗത്തിലുണ്ടായിരുന്ന മാലകളും അന്ന് ഉപയോഗത്തിലുണ്ടായിരുന്ന ആർട്ടിഫാക്ട്സ്, അത് കുടം അങ്ങനത്തെ പോട്ട്സ് എല്ലാം ആണ് കാണിക്കുന്നതിൽ. ഒരു മിനിറ്റ്, ഇപ്പോ ഈ പിക്ചർ നമ്പർ 3 ഫയർ ആൾട്ടാർസ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഫയർ ആൾട്ടാർസ് പറഞ്ഞാൽ ഇതില് ഈ ഫയർ ആൾട്ടാർ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് റിച്വൽ ഫയർ, ഇത് എന്താ വർഷിപ്പ് വേണ്ടി യൂസ് ചെയ്തിരുന്ന എന്നുള്ളതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. കലിബംഗാനിലും ലോത്തലിലും, അതായത് സരസ്വതി സൈറ്റ്സിൽ പലയിടങ്ങളിലും ഇങ്ങനത്തെ ഫയർ ആൾട്ടാർസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് റിച്വൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഹോമം കഴിഞ്ഞാൽ ചിലപ്പോൾ ആനിമൽ സാക്രിഫൈസ് വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ പല സൈറ്റുകളിൽ നിന്നും അതൊരു ബറിയൽ സൈറ്റ് അല്ല, എന്നാൽ അത് ഈ ഹോമം അങ്ങനത്തെ ഇത് കഴിഞ്ഞിട്ട് അതിൽ ഒരു ആനിമലിന്റെ ഒരു സ്പെസിഫിക് പാർട്ട് ഇടുന്ന സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അതിനുള്ള പ്രൂഫുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ശ്രീ ബി ബി ലാൽ പറഞ്ഞിട്ടുള്ളത്. ആര്യൻ നോക്കൂ, ഈ ഋഗ്വേദത്തില് ഈ ഫയർ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തിലെ ഒരു ടൈപ്പ് ഓഫ് വർഷിപ്പാണ്. നമ്മൾ ഇന്ദ്രനും മിത്രനും വരുണനെയൊക്കെ നമ്മൾ ഹോമം, പിന്നെ അതില് സോമ എന്ന് പറഞ്ഞ ഒരു എലിക്സർ അവർക്ക് ഓഫർ ചെയ്യുന്നതായിട്ടും നമ്മൾ പ്രാക്ടീസ് ഉണ്ട്. ഇന്ന് ഈ ഏറ്റവും ഓൾഡസ്റ്റ് പ്രാക്ടീസ് ആയിട്ടുള്ള ഫയർ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിരാത്രാണ്. അഗ്നിചയനം എന്ന് പറയും, 3000 വർഷം ഈ പഴക്കമുള്ളതാണ്. ഈ അഗ്നിചയനം ചെയ്തതായിട്ട് ഈ ദേവവാത അല്ലെങ്കിൽ ദേവസ്രവസ് പറഞ്ഞ ആൾ അഗ്നിചയനം ചെയ്തതായിട്ട് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഓ ദേവവാതാസ് അഗ്നി എന്ന് പറഞ്ഞ് അതിനെ ഈ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഋഗ്വേദത്തിലെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ പുരൂരവസും ഉർവശിയും പ്രേമത്തിലായിരുന്നു. അവര് കുറെ കാലം ഒന്നിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് ഉർവശി പുരൂരവസിനെ വിട്ടുപോകുന്നൊരു സ്ഥിതിയുണ്ട്. അതിന് പിന്നൊരു കഥ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ 2 മക്കളെ കൊടുക്കും, ആയുനും അമാവാസനും. ഈ ആയുനും അമാവാസനുമായിട്ട് ഇയാൾ തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് ഇയാൾക്ക് ഈ ദേവത്വം ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഈ ഗന്ധർവന്മാരുടെ കൂടെ വന്ന ഉർവശിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗന്ധർവന്മാർ അവരോട് പറയും അഗ്നിയെ ആരാധിക്കാൻ. അപ്പൊ
എന്നിട്ട് ആരാധിക്കാനായിട്ട് ഒരു താളത്തിൽ അഗ്നിയും കൊടുക്കും. അപ്പൊ ഈ അഗ്നിയും കുട്ടികളെയായിട്ട് പുരരോസ് പ്രതിഷ്ഠാനപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് മഴയുണ്ടാവുകയും ഈ അഗ്നി ഓപ്പൺ സ്പേസ് കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന വെച്ചാൽ ഈ അഗ്നി അയാള് കാട്ടിന്റെ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കും. താളത്തില് ഇത് വെച്ച് ഈ താലം കൊണ്ടുപോയിട്ട് വെച്ച് അതിൽ അഗ്നി ഉണ്ട്, അതവിടെ വെച്ചിട്ട് കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ ഈ അഗ്നിയെ കാണാൻ സാധിക്കില്ല. അപ്പോ ഇയാള് വീണ്ടും ഇവരായിട്ട് സംവദിക്കും. ഈ ഗന്ധർവന്മാരെയായിട്ട് സംവദിക്കുമ്പോൾ അവര് പറയുന്നത്, ദേവരും ഗന്ധർവരും പറയുന്നത് വെച്ചാൽ അവിടെ ഒരു നെഗ്രോധ മരമുണ്ട്, അശ്വത്ഥ മരമുണ്ട്, അരയാലും പേരാലും. ഈ അരയാലിന്റെയും പേരാലിന്റെയും തണ്ടിൽ നിന്ന് നിങ്ങൾ അഗ്നി ജനറേറ്റ് ചെയ്താൽ അത് മതി എന്ന് പറയാം. അതാണ് ഇന്നും ആ സിസ്റ്റം ഉണ്ട്. അരണി കടഞ്ഞാണ് നമ്മൾ അഗ്നി ഉണ്ടാക്കുക. ഹോമത്തിന് അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്ന പ്രാക്ടീസ് അന്ന് തുടങ്ങിയത്. ഋഗ്വേദത്തിൽ ആ ഒരൊറ്റ ഇതിന്റെ മുകളിൽ തുടങ്ങിയതാണ്. ഇതാണ് ഇത്. ഇനി നമ്മൾ ഋഗ്വേദത്തിലെ ഈ ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറഞ്ഞ അതിലേക്കും നമുക്ക് കിടക്കാം. ഇത് ഞാൻ പറഞ്ഞ അശ്വത്ഥം, നെഗ്രോധം. ഈ അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അത് ഫിക്കസ് റിലീജിയോസാ, നമ്മുടെ അറിയാല്. പിന്നെ കിംസുഖം, ഇതിന്റെയൊക്കെ മലയാളം പേര് ഞാൻ കാണിക്കാം, വരുന്ന ഇതിലുണ്ട്. ഇനി എന്തൊക്കെ ആനിമൽസ് വരും: അശ്വത്ഥം, കിംസുഖം, ഖദിര, നെഗ്രോധ, വിഭീട്ടക, ഷൽമലി, ശിംഷഭ, ഈ മരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുറമെ മൃഗങ്ങൾ പറഞ്ഞ വൃഷഭം, സിംഹം, ഹസ്തിന അല്ലെങ്കിൽ വാരാണ, മയൂരം, ചക്രവാകം. പിന്നെ ഇതിനെല്ലാം പുറമെ ശിംശുമാരൻ എന്നൊരു വാക്കുണ്ട് അവിടെ. ശിംശുമാരൻ എന്ന് പറഞ്ഞാൽ ഡോൾഫിനെയാണ് ശിംശുമാരൻ എന്ന് പറയാ. അത് ഈ ഗേഞ്ചറ്റിക് ഡോൾഫിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഋഗ്വേദിക് ഫ്ലോറ. സ്ലൈഡ് കാണാം അല്ലേ? സ്ലൈഡ് കാണാൻ സാധിക്കില്ലേ? അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അറിയാല്, നെഗ്രോധം പേരാല്, കിംസുഖം എന്ന് പറഞ്ഞാൽ മുരുക്കാണ്, ശൽമലി എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ നാട്ടില് പഞ്ഞിപ്പുള എന്നാണ് ഇതിന്റെ പേര് പറയാ. അത് പാലക്കാട് ആ ഭാഗത്ത് ഇങ്ങനെ ഒരു മുള്ളുള്ളൊരു മരമാണത്, ഒരു ചുവന്ന ഫ്ലവേഴ്സ് ഉണ്ടാവും അതില്. പിന്നെ ശിംശിബ എന്ന് പറഞ്ഞാൽ ദൽജീരിയ സിസു, വീട്ടി. പിന്നെ കതിര, കരിങ്ങാലി. ഈ ഫ്ലോറയും ഫോണയും ഒക്കെ ഋഗ്വേദത്തില് എഴുതിയിട്ടുള്ള ഇതാണ്. ആ ഋഗ്വേദം ആര്യരാണ് രചിച്ചതെന്നോ അല്ലെങ്കിൽ അത് അവരാണ് കൊണ്ടുവന്നത്? ഇനി ഇതിന്റെ റെലവൻസ് എന്താന്ന് വെച്ചാൽ, ആര്യന്മാർ അഥവാ തണുത്ത അല്ലെങ്കിൽ ഈ യൂറേഷ്യൻ സ്റ്റെപ്പിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവിടുത്തെ മരങ്ങളെ പറ്റി പറയണ്ടേ? അവിടെ ഏതൊക്കെ മരങ്ങളാണ് അവർ കണ്ടത് അതല്ലേ അവർ പറയാ. ഈ മരങ്ങളൊക്കെ അത് ഇന്ത്യയിലുള്ള മരങ്ങളാ, ഇത് നമ്മുടെ ഈ ജോഗ്രഫിയിൽ ഇതിലുള്ള മരങ്ങളാണ്. ഇതെല്ലാം അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഋഗ്വേദത്തിലൊക്കെ. പിന്നെ മൃഗങ്ങളെ പറ്റി നോക്കാം നമുക്ക്. സിംഹം, ഹസ്തിന, വൃഷഭ, ചക്രവാകം, ചക്രവാക പക്ഷി, മയൂരം. നമുക്കിന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ജനറ്റിക്സ് എല്ലാം നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ. ഒരു കാര്യം കൂടി. പറയൂ. സാറ് പറഞ്ഞല്ലോ ഈ ലാംഗ്വേജസിന്റെ ലിംഗ്വിസ്റ്റിക്സിന്റെ കാര്യം. അതില് സംസ്കൃതം ഉത്ഭവിച്ചതാണ് മറ്റ് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോ ലാംഗ്വേജ്, പ്രോട്ടോസ് ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതൊന്ന് ഇൻഡോ യൂറോപ്യനും ദ്രവീഡിയൻ ലാംഗ്വേജസ് ആയിട്ടാണ് ഭാരതത്തിലെ ലാംഗ്വേജസിനെ വേർതിരിച്ചിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസിനെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിന്റെ ശാഖയുടെ കൂടെയും പിന്നെ ദ്രവീഡിയൻ 4 ലാംഗ്വേജുകൾ സെപ്പറേറ്റ് ആയിട്ടുമാണ് വേർതിരിച്ചിട്ടുള്ളത്. പക്ഷെ അത് എൻറ്റയർലി ആർട്ടിഫിഷ്യൽ, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വേർതിരിവാണെന്നുള്ളത് അതിന്റെ സ്ക്രിപ്റ്റ് മാത്രം പഠിച്ചാൽ വ്യക്തമാണ്. സ്ക്രിപ്റ്റ് യൂറോപ്യൻ ലാംഗ്വേജസിന്റെ എല്ലാം ABCD, ആൽഫ, ബീറ്റ അങ്ങനെ പോകുന്നു. അലിഫ്, ബാത്ത്, സ അങ്ങനെയുള്ള പേർഷ്യൻ ലാംഗ്വേജസും അതുപോലെയാണ് പോകുന്നത്. പക്ഷെ ഇന്ത്യൻ ലാംഗ്വേജസ്, നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയാലും എടുത്ത് നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഉള്ള ലാംഗ്വേജസിലെല്ലാം വവൽസ് വേറെയും കോൺസണൻസ് വേറെയായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. കോൺസണൻസിൽ തന്നെ ക, ച, ട, ത, പ, പിന്നെ പ്ലോസിവ്സ്, ഫ്രിക്കേറ്റീവ്സ് വളരെ സയന്റിഫിക് ആയിട്ട് എവിടുന്നാണോ സൗണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ ഓർഗന്റെ ബേസിസിലാണ് ഈ ആൽഫബറ്റിന്റെ ലെറ്റേഴ്സിന്റെ എല്ലാ ലാംഗ്വേജിനും ഇത് കോമൺ ആയിട്ടുണ്ട്. പിന്നെ അല്ല, ഇതിലെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിലവിലുള്ള ലാംഗ്വേജസിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അതിന് റെഫർ ചെയ്യുന്നത് ഈ ഇതിന്റെ അഷ്ടാധ്യായിയാണ്.
പാണിനി രചിച്ച അഷ്ടാധ്യായിയുടെ ബേസിസിലാണ് നമ്മുടെ ഗ്രാമാറ്റിക്കൽ, ഈവൻ തമിഴിനായാലും തെലുഗുവിനായാലും ഏത് ഭാഷയ്ക്കായാലും ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ ഭാഷകളും ഫോളോ ചെയ്യുന്ന ഗ്രാമാറ്റിക്കൽ ഇതെന്ന് പറഞ്ഞാൽ പാണിനിയുടെ അഷ്ടാധ്യായിയാണ്. അപ്പൊ ഈ ഗ്രാമാറ്റിക്കൽ ഫോം ഇപ്പൊ ഈ പറഞ്ഞ ഓരോ ഇത് പറഞ്ഞില്ലേ നിങ്ങൾ, സ്വരം വ്യഞ്ജനം, ഇതെല്ലാം ആ അഷ്ടാധ്യായിയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് ഒരു കോമൺ ബാസ്ക്കറ്റിൽ പെട്ട ഒരേ ഗ്രാമാറ്റിക്കൽ ഇതൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ബന്ധം കണ്ടെത്തുന്നത്. ഈ മാതൃ, പിതൃ, ഭ്രാതൃ, സ്വശ്രു, ദുഹിതൃ, ഇതൊക്കെ ഇല്ലേ, ഈ വാക്കുകളെല്ലാം ഇതിനെല്ലാം സിമിലർ വാക്കുകൾ യൂറോപ്യൻ ലാംഗ്വേജസിലുണ്ട്. മെറ്റർ, പെറ്റർ, ഞാൻ ആ 5ാമത്തെ കണ്ട് സ്ലൈഡിൽ അതെല്ലാം കമ്പാരിസൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കോമണാലിറ്റീസ് ഉണ്ട്, അത് പറയാതെ പറ്റില്ല. പക്ഷെ ദ്രവീഡിയൻ ലാംഗ്വേജും നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ വിഡ്ഢിത്തരമായിട്ട് തോന്നുന്നു. കാരണം തമിഴ് എടുത്താൽ പോലും മാത്ര എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ആ സ്ക്രിപ്റ്റില് മാത്രകളുണ്ട്. അത് ഇന്ത്യൻ ലാംഗ്വേജസിൽ മാത്രമേ കാണുന്നുള്ളൂ. അതായത് വവൽസിന്റെ സിമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഈ ഊനൊക്കെ മാത്രമായിട്ട് ഒരു കോൺസണന്റിന്റെ കൂടെ ചേർക്കുന്ന ഒരു ഇത് തമിഴിലും ഉണ്ട്. അത് അഷ്ടാധ്യായിന്നോ പാണിനിന്നോ വന്നതാണെന്നാണോ? ഈ തമിഴിലും മാത്രകളുണ്ട്. ഗ്രാമർ മുഴുവൻ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിന്റെ ഗ്രാമർ മുഴുവൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള അഷ്ടാധ്യായി എന്നാണ് ഇപ്പോ ഇന്നത്തെ. പിന്നെ തെലുങ്കും മലയാളവും സംസ്കൃത ബഹുലമാണ്. സംസ്കൃതത്തിലെ വാക്കുകൾ ണ്ട്. മലയാളത്തിന് എങ്ങനെയാണ് പെടുത്തുക? മലയാളത്തിലാണെങ്കിൽ 70% വാക്കുകളും സംസ്കൃതത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ വളരെ ആർട്ടിഫിഷ്യൽ ആണ്, അത് അംഗീകരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ഇതിനെപ്പറ്റി പ്രൊഫസർ നിക്കോളാസ് കസാനാസ് ഒരു ലാംഗ്വേജിനെ പറ്റിയല്ല, ദ്രാവിഡോ ഹാരപ്പൻ കണക്ഷനും വേദിക് റൂട്ട്സ് ഓഫ് തമിഴ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ആളൊരു ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എൻ്റെ അതിന്റെ ഒരു PDF ഫയൽ ഉണ്ട്. വേദിക് കൾച്ചറിന്റെ, അതായത് തമിഴ് കൾച്ചറിന്റെ റൂട്ടും വേദിക്കാണ് എന്ന് ഒരു സ്കോളർ പഠിച്ച് അനലൈസ് ചെയ്ത് അതിനെ പറ്റിയിട്ട് റൈറ്റപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അത് ലിംഗ്വിസ്റ്റിക് ബേസിസിലല്ല, കൾച്ചറിന്റെ ബേസിക് കൾച്ചറിന് ഭാഷയായിട്ട് ബന്ധമുണ്ട്. എന്നാലും ആ ഒരു ലിവിങ് സ്റ്റൈലും കൾച്ചറും ഈ തമിഴ്നാട്ടില് ധർമ്മസൂത്രം ഫോളോ ചെയ്തിട്ടുള്ള കല്യാണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. ഇനി മാഡം പറയൂ, കാരണം ഈ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഞാൻ പ്യുവർലി ഞാൻ ഈ ശ്രീകാന്ത് അളഗേരി എന്ന ഒരു സ്കോളറിന്റെ അദ്ദേഹത്തിന്റെ വർക്കിന്റെ ബേസിസിലാണ് ഞാൻ ലിംഗ്വിസ്റ്റിക്സിനെ എനിക്കുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൂ. അപ്പൊ ഈ മാഡത്തിന് ലിംഗ്വിസ്റ്റിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുമ്പോ. അല്ല, എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആളുടെ രാജീവ് മൽഹോത്രയുടെ ബുക്ക് ഞാൻ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഐ വാസ് വെരി, മാത്രമല്ല എന്റെ മോളുടെ 5ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് കണ്ടപ്പോ തന്നെ, സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റിന്ന് ഇങ്ങനെ ഒരു ഭാഗം കിട്ടി ഉണ്ടാക്കി. സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടപ്പോ തന്നെ ഐ വാസ് ഷോക്ക്ഡ്. അപ്പോഴാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ അന്ന് തൊട്ട് ഞാൻ ബ്ലോഗ്സ് എഴുതുന്നുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ആ ബ്ലോഗ്സ് വെച്ചിട്ട് നമുക്ക് എനിക്ക് അല്ല, അത് യൂസ്ഫുൾ ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ നമ്മൾ വി ഷുഡന്റ് ഹെസിറ്റേറ്റ് ടു പ്രൊപ്പഗേറ്റ് ഇറ്റ്. അത് നമുക്ക് ആൾക്കാരിൽ എത്തിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഫാബ്രിക്കേറ്റഡ് എന്നുള്ളത് സ്ക്രിപ്റ്റ് എന്ന് മാത്രം നമുക്ക് അറിയാൻ പറ്റും. ദ്രവീഡിയൻ എന്നുള്ള ആ വേർതിരിവ്, അങ്ങനെ ഒരു വേർതിരിവ്. പക്ഷെ ഇപ്പൊ അവർ കൂടുതലും ട്രൈബൽ ലാംഗ്വേജസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അവർക്ക് മനസ്സിലായി ദ്രവീഡിയൻ ലാംഗ്വേജസിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ അവർ ട്രൈബൽ ലാംഗ്വേജസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ദ്രാവിഡം എന്ന വാക്ക് സംസ്കൃതമാണ്. അതെ, ദ്രാവിഡ ശിശു എന്നാണ്. അതെ അതെ. ഇത് ഇന്ത്യക്കാരെ രണ്ടായി പിളർത്തി നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പും അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തത് അതുപോലെ ഇന്നത്തെ പൊളിറ്റീഷ്യൻസ് കണ്ടിന്യൂ ചെയ്യാണ്. ദ്രാവിഡൻ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു സ്റ്റേറ്റിന്റെ ലൈഫ് ലൈൻ അതാണ് തമിഴ്നാടിന്റെ. ഇന്നത്തെ ദ്രാവിഡൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഒരു ഗ്രൂപ്പ് അല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പേര് പാർട്ടിയെല്ലാം അടച്ച് കൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, പറയൂ. തമിഴാണ് ഓൾഡസ്റ്റ് ലാംഗ്വേജ് തന്നെ പറയപ്പെടുന്നത്, അതോ അത് തെറ്റാണോ? സംസ്കൃതത്തിനെ ഓൾഡ് ആണോ? ഇതൊരു ഇമോഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ
തെളിവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഋഗ്വേദാണ്. ഇന്ന് നിലവിലുള്ളതിൽ എല്ലാവരും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് വർക്ക് ഋഗ്വേദാണ്. ആ ഋഗ്വേദം വേദിക് സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ വേദിക് സംസ്കൃതം ഇന്ന് നിലവിലില്ല, ഇന്ന് ക്ലാസിക്കൽ സംസ്കൃതമേ ഉള്ളൂ. പിന്നെ തമിഴില് ഏറ്റവും ഓൾഡസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ തോൽക്കാപ്യം, സംഘം ലിറ്ററേച്ചർ ആണ്. പുറനാനൂറ്, അകനാനൂറ്, പതിറ്റുപാട്ട്, അങ്ങനെ സംഘം ലിറ്ററേച്ചേഴ്സ് ആണ് തമിഴിലെ ഏറ്റവും ഓൾഡസ്റ്റ് വർക്ക്. അതിന്റെ ഇറ്റ് ഈസ് ഡേറ്റിംഗ് ബാക്ക് ഓൺലി ടിൽ 300 BC. 300 BC-യോളം പഴക്കമുള്ള വർക്ക്സ് ആണ് ഇന്നുവരെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഒരു ഇമോഷണൽ കോളാണ് ഇത്. വളരെ ആയിരിക്കാം തമിഴ് വളരെ പഴയതായിരിക്കാം, പക്ഷെ നമ്മുടെ ഇന്ന് നിലവിലുള്ള തെളിവുകളില്ല. നമുക്കതുകൊണ്ട് അത് തെറ്റാന്ന് പറയേണ്ട ആവശ്യമില്ല. വളരെ പഴയ ലാംഗ്വേജ് ആണ് സംസ്കൃതവും, വളരെ പഴയ ലാംഗ്വേജ് ആണ് തമിഴും. അത് രണ്ടും ഒരുമിച്ച് ഇവോൾവ് ചെയ്ത് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും നല്ല നടന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലുള്ള ലാംഗ്വേജസിൽ തമിഴിൽ നിന്നുള്ള ലോൺ വേർഡ്സും ഉണ്ട്, സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ലോൺ വേർഡ്സ് തമിഴിലും ഉണ്ട്. കാരണം അവർ കാണിക്കുന്നത് നൈജീരിയ അങ്ങനത്തെ കൺട്രീസിലൊക്കെ ലാംഗ്വേജ് കുറെ തമിഴിൻ ടച്ച് ഉണ്ട്. സോ അവരുടെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. അല്ല, അവിടെ വേറൊരു പ്രത്യേകത കേട്ടോ. ഒരു കുമാരികാണ്ഡം എന്ന് പറഞ്ഞ ഒരു മിത്തിക്കൽ ഒരു കോണ്ടിനെന്റിനെ പറ്റിയിട്ടുള്ള സങ്കല്പമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത് ലെമൂർ ഫോസിൽസ് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. ലെമുറിയ. ഈ ലെമൂർ എന്ന് പറഞ്ഞ ഒരു ആനിമൽ സ്പീഷീസ് ദേ ആർ ഫൗണ്ട് ഓൺലി ഇൻ മഡഗാസ്കർ. മഡഗാസ്കറിൽ മാത്രം ജീവിക്കുന്ന മെയിൻലാൻഡ് ആഫ്രിക്കയിൽ ഇല്ലാത്ത ഒരു ആനിമലാണ് ഈ ലെമൂർ. ഈ ലെമൂറിന്റെ ഫോസിൽ സൗത്ത് ഇന്ത്യയിൽ കിട്ടിയപ്പോ ഈ മഡഗാസ്കറും പിന്നെ ഏകദേശം ഓസ്ട്രേലിയയുടെ തീരം വരെയുള്ള ഒരു ഏരിയ, ഒരു ട്രയാങ്കുലർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു മുൻപ് ഈ സംഘം ഇതെല്ലാം നടന്നത്. പൂമ്പുഹാർ എന്ന് പറഞ്ഞൊരു സിറ്റി അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കടൽ വന്ന് അതിനെ ഈ സ്വാലോ ചെയ്തപ്പോൾ പാണ്ഡ്യരാജാവ് കുതിരപ്പുറത്ത് കയറി ഓടി മേലോട്ട് കയറി എന്ന് പറഞ്ഞൊരു കഥ അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട്. അത് കേൾക്കാൻ രസമുള്ള സ്റ്റോറിയാണ്, പക്ഷെ അതിന് ഇതുവരെ സയന്റിഫിക് സപ്പോർട്ട് കിട്ടി അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ഡൗട്ട് കൂടി സാർ. ഹലോ, ചോദിക്കൂ. ഇതില് സംസ്കൃതനും തമിഴിനും കൂടി അതിന്റെ പുറകിലോട്ട് നോക്കിയാൽ ബ്രഹ്മി, പാലി ആ കണക്ഷൻ റൂട്ട് അങ്ങോട്ടേക്ക് പോകും ഇതില്ലേ? ശബ്ദം കുറച്ചും കൂടി കൂട്ടിയാൽ നന്നായിരിക്കും. ഹലോ, ഉറക്കെ പറയൂ. ഇതിന്റെ സംസ്കൃതിന്റെ റൂട്ട്സ് പിന്നെ പുറകോട്ട് പോകുമ്പം ബ്രഹ്മി, പാലി അങ്ങനെ പുറകോട്ട് പോകുന്നില്ലേ? അപ്പൊ അതിന്റെ ഈ തമിഴിന്റെ അവിടെ റൂട്ട് രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പാലി സംസ്കൃതത്തിന്റെ മുൻപുണ്ടായിരുന്ന എന്നുള്ളത് ഒരു വാദം എന്നേ ഉള്ളൂ. വേദിക് സംസ്കൃതത്തിനേക്കാളും പഴയ ലാംഗ്വേജ് ഇന്ന് നിലവിൽ അറിയില്ല ആർക്കും. അതിന് മുൻപ് ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്നതൊരു ഇമാജിനറി കൺസ്ട്രക്റ്റ് ആണത്. പിന്നെ ഈ ബ്രഹ്മി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മി സ്ക്രിപ്റ്റ് ഇൻഡസ് വാലിയിൽ ഒരുപാട് സീലുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു സ്പോക്കൺ ലാംഗ്വേജ് ആയിരുന്നോ അതോ അതൊരു അടയാള വാക്കുകൾ, ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന അടയാള വാക്കുകളായിരുന്നോ എന്ന് അനലൈസ് ചെയ്ത് കൊണ്ടുവരിക. ഇന്ന് നിലവിലുള്ള റിസർച്ചസിലെല്ലാം ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയോ ഒരു ലാംഗ്വേജോ ഉണ്ടെന്ന് തെളിയിച്ചിട്ടില്ല. ശ്രീ കല്യാണരാമൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡോളജിസ്റ്റ്, നമ്മുടെ ഇവിടെയുള്ള ആള്, ഇത് സംസ്കൃതത്തിനായിട്ട് ബന്ധമുള്ളതാണ് ഈ സ്ക്രിപ്റ്റ് എന്നുള്ള നിലയിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിസർച്ചും ഉണ്ട്. കല്യാണരാമനെ പറ്റി നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഞാൻ ആളുടെ ബുക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ. ഈ ബ്രഹ്മിനെ ഡെസിഫർമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പൊളിറ്റിസൈസ്ഡ്, ഹൈലി പൊളിറ്റിസൈസ്ഡ് ആണ്. അവിടെ ഐരാവത മഹാദേവൻ എന്ന് പറഞ്ഞൊരു ഇൻഡോളജിസ്റ്റ്, അത് മുഴുവൻ ഈ തമിഴാണ്, ദ്രാവിഡൻസ് ആയിരുന്നു അവിടെ നിന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളുണ്ട്. അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഹാർവാർഡ് പ്രൊഫസർമാർ നടക്കുന്നുണ്ട്. ഇത് അങ്ങനെയല്ല, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ഇൻഡോളജിസ്റ്റ്, ശരിക്കും സത്യം അന്വേഷിക്കാൻ പോകുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കല്യാണരാമൻ. കാരണം നമുക്കത് മറ്റൊരു സംസ്കാരമാണെന്ന് സംശയിക്കേണ്ടതായുള്ള യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ അവിടെ ഈ ആർക്കിയോളജിക്കൽ കണ്ടിന്യൂറ്റി ഉണ്ട്. ആ നിലയ്ക്ക് നമ്മൾ എന്തിനും പുറത്തുനിന്ന് ഒരാൾ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന ചോദ്യം. ആ സംസ്കാരം അല്ലെങ്കിൽ ഒരു ഭാഷ, ഏകദേശം എല്ലാ ജനപദങ്ങളിലും ഇഷ്ടംപോലെ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന കാലത്ത് 10 or 15 ജനറ്റിക്കൽ ഒരു ഇംപ്രിന്റ് വിടാൻ ഉതകുന്നതല്ലാത്തൊരു ചെറിയ പോപ്പുലേഷൻ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ ഭാഷയെ മാറ്റുക മാത്രമല്ല അവിടെയുള്ള നദികളുടെയും ആ സ്ഥലങ്ങളുടെ എല്ലാം പേര് ഒരു സംസ്കൃതത്തിലാക്കി. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥലപ്പേരൊന്നും ഇല്ലേ? അതെന്തുകൊണ്ട് ആ സ്ഥലപ്പേരൊന്നും ആർക്കൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല? അല്ല, ഇപ്പോ USA ഈ മിച്ചിഗൺ, ഹൂറൻ, ഏറി, ഒണ്ടേറിയോ ഇതൊക്കെ പഴയ പേരുകളാണ്. അവര് ലണ്ടനോ തേംസ് ഒന്നും ആ നദിക്ക് പേരിട്ടിട്ടില്ല. ഇപ്പൊ അവിടെ ഫുള്ള് വൈറ്റ്സ് അല്ലേ. ഈ 30-35 കോടി USA-ക്കാരുള്ളതിൽ 11% കറുത്തവർക്കാരുണ്ട്.
അവിടുത്തെ ലോക്കൽ നേറ്റീവ്സ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇന്ന് അവിടെ മുഴുവൻ വെള്ളക്കാരാണ്. എന്നിട്ട് അവര് ഈ ഒരുപാട് സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ടുണ്ടെങ്കിലും അവരുടെ പഴയ മറ്റേ അവിടുത്തെ നേറ്റീവ്സ് ഇട്ട പേരുകളാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഇന്നും ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ നടത്തി ഇവിടുത്തെ പേരുകളെല്ലാം മാറ്റാൻ മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവേഷനിലൂടെ അല്ലാതെ സാധിക്കില്ല. അതും 2 കോടി ജനങ്ങളെ ഇൻവേഡ് ചെയ്ത് ഫുൾ സബ്ജുഗേറ്റ് ചെയ്ത് മതം മാറ്റി, പേര് മാറ്റി, ഭാഷ മാറ്റി, സ്ഥലപ്പേര് മാറ്റി, നദികളുടെ പേര് മാറ്റി, ഫുള്ളായിട്ട് അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്ത് പണ്ടത്തെ മെമ്മറി മുഴുവൻ ഇറേസ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഇൻവേഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലെ ലോകത്ത് എവിടെയും പോസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിൽ ഞാൻ ഇത് പഠിക്കാൻ പോകാനും കാരണം. ഇത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതോടെ മതിയാക്കാം, കാരണം 9:35 അടുത്ത സെഷനിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചോദ്യം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഈ നിക്കോളാസ് കാസ ഇതിനെ ബന്ധപ്പെട്ട ഒരുപാട് ഡാറ്റാസ് ഞാൻ അപ്ലോഡ് ചെയ്യും വരുന്ന നാളെ മറ്റന്നാൾ ആ ദിവസങ്ങളിൽ. വെരി ഗുഡ് Ranjit, it was excellent. It was an excellent presentation. Really hard work, very, very hard work. It shows up. So, thank you. Congratulations, and let us keep this discussion live, and we'll continue in the next session. It was excellent. It was excellent. Shanti മന്ത്രത്തോടെ നമുക്ക് മതിയാക്കാം. ഒരുമിച്ച് ചൊല്ലാം. സർവേപി